ആകട്ടെ. ഏതായാലും ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പം വീട്ടുകാർ പറഞ്ഞു സ്നാനപ്പെട്ട അതിലേ പൊക്കോണം. എന്തിനേറെ സ്നാനപ്പെടാൻ ഒരുങ്ങി. അന്ന് രാത്രി കൺവെൻഷന് ചെന്നപ്പോൾ PN സെക്രട്ടറി TG കോശി അവർകളാ സംസാരിച്ചത്. സ്നാനത്തെ പറ്റി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ കൽപ്പനയാ, യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിക്കാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ. ഞാനങ്ങ് ബലപ്പെട്ടച്ച് പുള്ളിയുടെ സാക്ഷ്യം പറഞ്ഞു. ഇത് പറഞ്ഞ അദ്ദേഹം ഒരു വാചകം കൂട്ടിച്ചേർത്തു, ഇന്ന് രാത്രി ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കാൻ ആരെങ്കിലും ഈ പന്തലിലുണ്ടെങ്കിൽ അവര് മുമ്പോട്ട് വന്നാൽ പെട്രോമാക്സും കത്തിച്ചു കൊണ്ടുപോയി സ്നാനപ്പെടുത്തും. ഞാൻ ആ പന്തലിരുന്ന് ബലപ്പെട്ടു. യോഗം കഴിഞ്ഞപ്പോൾ അന്നത്തെ ഇട്ടുപദേശമൊക്കെ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് രാത്രി മുങ്ങണം. പുള്ളി വെച്ചു, രാത്രിയിലോ? ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞല്ലോ രാത്രി മുക്കാൻ. അത് ഉണർവിന് പറഞ്ഞതാണ്, ആളെ നേരം വിളക്കട്ടെന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ അല്പം പ്രയാസമുണ്ട്. വീട്ടിൽ പ്രശ്നം, സഭയിലും ചിലർ ഉടക്കുണ്ടാക്കുന്നുണ്ട്. എങ്ങനെ? പക്ഷെ ഇങ്ങനെ നിന്നപ്പോൾ ദൈവം എന്നെ ധൈര്യപ്പെടുത്തി. പിന്നെ അമാന്തിച്ചില്ല. 14ാമത് ഇറങ്ങിച്ചെന്നു. അതിൽ പാലമൂട്ടിൽ പാസ്റ്റർ PJ ഇട്ടി അവർകൾ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വെള്ളത്തിലേക്ക് മുക്കി. ഒരു സാക്ഷ്യവും കൂടെ പറയാം. വെള്ളത്തിലോട്ട് മുക്കിയപ്പോൾ പിടിവിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളത്തിനടി വെച്ച് ആത്മശക്തി പ്രാപിക്കുന്നത്, അഭിഷേകത്തിൽ നിറഞ്ഞു, പിടിവിട്ടുപോയി. പിന്നീട് അപ്പച്ചൻ പറഞ്ഞു പുള്ളി പേടിച്ചു പോയെന്ന്. എനിക്ക് പേടിയില്ല, ഞാൻ വെള്ളത്തിൽ കുട്ടനാടല്ലേ, വെള്ളത്തിൽ പരിചയമുണ്ട്. അപ്പച്ചൻ വെപ്രാളപ്പെട്ടെങ്കിലും പൊങ്ങി വന്നത് മറുഭാഷ പറഞ്ഞ. അങ്ങനെ ആത്മസ്നാനം പ്രാപിക്കുന്നത്. നൃത്തം ചെയ്തു വെള്ളത്തിൽ നിന്ന്. അപ്പച്ചനും ആത്മാവിലായി. കരയ്ക്ക് നിന്ന് സ്നാനപ്പെടണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരും ആത്മാവിൽ ബലപ്പെട്ടു. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ ജനനത്തിൽ വെച്ച് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. എങ്കിലും ദൈവം കണ്ടതുകൊണ്ട് ദൈവം വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ മാതാവിൻ്റെ 2ാമത്തെ പ്രസവത്തിലാണ് ഞാൻ ജനിക്കുന്നത്. ഞങ്ങൾ 3 ആൺകുട്ടികളായിരുന്നു. ഒരു മാംസക്കഷണം ഉണ്ടായിരുന്നെന്നാ പറഞ്ഞു കേട്ടേക്കുന്നത്. അത് അമ്മയുടെ 2ാമത്തെ പ്രസവമാണ്. അപ്പോൾ അന്നത്തെ കാലമാ. വീട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചു എങ്കിലും ആ പ്രസവം പൂർണ്ണമായി നടക്കാഞ്ഞത് നിമിത്തം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാര് പരിശോധിച്ച് അനന്തരം പറഞ്ഞു, ഇത് 1ൽ കൂടുതൽ കുട്ടികളുണ്ട്, അതുകൊണ്ട് ഒന്നുകിൽ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താം, എന്തോ വേണമെന്ന് ചോദിച്ചു. എൻ്റെ പിതാവിനോടും മാതാവിൻ്റെ മാതാപിതാക്കളോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ സ്ത്രീ രക്ഷപ്പെടട്ടെ, കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് പറഞ്ഞു. അതിനൊരു കാരണം, എൻ്റെ അമ്മ ഒരാളേ ഉള്ളൂ മാതാപിതാക്കൾക്ക്. കേട്ടിട്ടുണ്ട് അമ്മയ്ക്ക് 5 ആങ്ങളമാരുണ്ടായിരുന്നു. അവർ 5 പേരും മരിച്ചു പല സമയങ്ങളിലായിട്ട്. പിന്നെ എൻ്റെ അമ്മ ഒരാളെ ശേഷിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മയുടെ മാതാപിതാക്കൾക്ക് ഇനി ഇതും നഷ്ടപ്പെടണ്ട എന്നുള്ള ചിന്തയിലാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാര് ഡെലിവറി നടത്തി. ആദ്യം ഒരു കുട്ടിയെ പ്രസവിച്ചു, 2ാമത് ഒരു കുട്ടിയെ പ്രസവിച്ചു, സമയങ്ങളെടുത്ത 3ാമത്തെ കുട്ടിയും പ്രസവിച്ചു. കുട്ടികൾ 3 പേരും മരിച്ചുവെന്ന് വിധി എഴുതി. അതുങ്ങളെ ശ്രദ്ധിച്ചില്ല. അമ്മയ്ക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം അവര് ശ്രദ്ധിച്ച് ക്രമീകരിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം വെളുപ്പിനെ ഈ കുട്ടികളെ 3ഉം അങ്ങ് മറവ് ചെയ്യുവാൻ വേണ്ടി ഒരു സിസ്റ്റർ വന്ന്, ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടതാ, ഒരു കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി, 2ാമത്തെ കുട്ടിയെയും മാറ്റിക്കിടത്തി, 3ാമത്തെ കുട്ടി എടുത്തപ്പോൾ അതിൻ്റെ കാല് അല്പം ചലിച്ചെന്നാ പറയുന്നത്. അപ്പോൾ അവർക്ക് സംശയം തോന്നി. അവര് ഓടിച്ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, അതിൽ ഒരു കുട്ടിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു. അവര് പറഞ്ഞില്ല സിസ്റ്ററെ, നിങ്ങളുടെ ഭയം കൊണ്ട് തോന്നിയതാ, ജീവനില്ല, കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അവർ വീണ്ടും വന്ന് ഈ കുട്ടിയെ എടുത്തപ്പോൾ അതിന് ജീവനുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് ക്ഷണത്തിൽ ഒരു ലേഡി ഡോക്ടറാ അവരെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് കുട്ടിയെ കാണിച്ചു. മറ്റ് 2 ആൺകുട്ടികളെയും ഈ മാംസകഷണവും മാതാവിൻ്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്തു. 3ാമത്തെ കുട്ടി
അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. ഇത്രയും പറഞ്ഞപ്പം കുട്ടി ഏതാന്ന് പിടികിട്ടി കാണും. പണ്ടൊരു യോഗത്തിന് സാക്ഷ്യം പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ ഒരമ്മ വന്ന് ചോദിച്ചു, കൊച്ചിപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൊച്ചുണ്ട്. അയ്യോ, ഒന്ന് കണ്ടാ കൊള്ളാം. ഞാൻ പറഞ്ഞു, കാണാം. അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞങ്ങള് ഹൈന്ദവരായതുകൊണ്ട് അന്നത്തെ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ തൽപരരായതുകൊണ്ട് ആ നിലയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച എന്നെ വളർത്തിയതും ഞാൻ വളർന്നതും. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തും. ഒറ്റ ദിവസം പോലും മുടങ്ങിയിട്ടില്ല. സുഖമില്ലാത്ത ചില ദിവസങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടില്ല. അല്ലാതെ ഓർമ്മയായ എല്ലാ ദിവസവും ഞാൻ രക്ഷിക്കപ്പെടുന്ന അന്ന് വരെ ഒറ്റ ദിവസം പോലും മുടങ്ങിയിട്ടില്ല. രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തും. രാവിലെ നിർമ്മാല്യ ദർശനത്തിന് കൂടും. അതിനുശേഷവും ചില പൂജകളുണ്ട്, അതിനും സംബന്ധിക്കും. സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഞാൻ എൻ്റെ വീട് കുട്ടനാടാ, കാവാലം. അപ്പം ആറും തോടുമൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ളവർക്ക് അറിയാം ചിലർക്ക്. അപ്പം കടത്ത് കയറി അക്കരെ ഇറങ്ങിയേച്ച് വേണം സ്കൂളിലോട്ട് നടന്നു പോകാൻ. അപ്പോൾ രാവിലെ ഞങ്ങളുടെ വീടിനടുത്ത ക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനത്തിനും രാവിലത്തെ കാര്യങ്ങൾക്കൊക്കെ പോയി സംബന്ധിക്കും. അതിനുശേഷം വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് സ്കൂളിൽ പോകേണ്ടതെല്ലാം ക്രമീകരിച്ച് സ്കൂളിലോട്ട് പോകുമ്പോൾ അല്പം നേരത്തെ ഇറങ്ങും. കടത്ത് കയറി അക്കരെ ഇറങ്ങി സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ ഒരു ക്ഷേത്രമുണ്ട്. ഒന്നല്ല 5 ക്ഷേത്രം അടുത്തടുത്ത പള്ളിയിറക്കാവെന്ന് പറയും. അതിൽ മെയിൻ ക്ഷേത്രവും വേറൊരു 4 ഉപക്ഷേത്രങ്ങളും അടുത്തടുത്ത. ഈ 5 സ്ഥലത്തും കയറി പ്രാർത്ഥിച്ചാ സ്കൂളിൽ പോകുന്നത്. അത് എല്ലാ ദിവസവും. വളരെ ഭക്തിയിലാണ് ഞാൻ വളർന്നത്. അപ്പം എൻ്റെ നെറ്റിയിലും ശരീരത്തിലുമൊക്കെ കളഭക്കുറികൾ ഒന്നല്ല പലതുണ്ട്. ഗണപതി ഹോമത്തിൻ്റെ കറുത്ത പ്രസാദമുണ്ട്, മഞ്ഞപ്രസാദമുണ്ട്, ഭസ്മക്കുറിയുണ്ട്, ചന്ദനമുണ്ട്. വളരെ ഭക്തിയോടാണ് ഞാൻ ജീവിച്ചത്. ഇനി വേറൊരു സാക്ഷ്യം. അങ്ങനെ സ്കൂളിൽ പഠിക്കാൻ വലിയ മെച്ചമില്ലായിരുന്നു. അത് സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലോ. വിദ്യാഭ്യാസം പോരാ, വിദ്യാഭ്യാസം ഇല്ല. അല്ല, ഞാൻ ചിലപ്പോൾ ഓർക്കും അതുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തതും. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ ഉണ്ടല്ലോ സമയം. അപ്പോൾ ഒരിക്കലേ ഈ സ്കൂളിന് തൊട്ടടുത്തൊരു വീട്ടിൽ വെള്ളം കുടിക്കാൻ ചെന്നു. വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴേ ആദ്യമായിട്ട് ആ വീട്ടിൽ ചെന്ന് ആറ്റിലെ വെള്ളമാണ് കോരി കുടിക്കുന്നത്. അന്ന് കോരി കുടിക്കാൻ ആറ്റിലോട്ട് ചെന്നപ്പം ഒത്തിരി ഉന്തെന്ന് പറയും, പോളയും ഉന്തുമൊക്കെ. എന്നാൽ ഇത് വേണ്ട, ആ വീട്ടിൽ ചെന്ന് ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കാമെന്ന് ഓർത്ത് ആ വീട്ടിലോട്ട് ചെന്നപ്പോൾ ആ വീട്ടിലെ ഒരു മാന്യ മാതാവ് തിണ്ണയിലിരുന്ന് രാമായണം വായിക്കുന്നു, പീഠത്തിൽ ഇത് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അല്പം വെള്ളം വേണം കുടിക്കാൻ. അപ്പോൾ ഒരു മൺപാത്രത്തിൽ വെള്ളം ഓടിരിപ്പോട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു നായർ തറവാടാണ്. ഞാൻ വെള്ളം എടുത്ത് ഇച്ചിരി കുടിച്ചു, ഇച്ചിരി വെള്ളം കൂടെ എടുത്തു. അപ്പം ആ സ്ത്രീ അവിടെ ഇരുന്ന് രാമായണം വായിക്കുക. കുടിച്ചേച്ച് ഞാൻ പോയില്ല. ഞാൻ ഇവരെ വായിക്കുന്നത് ശ്രദ്ധിച്ച് നിന്നു. അപ്പം എന്നോട് ഈ അമ്മ ചോദിച്ചു, വെള്ളം എടുത്തില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വെള്ളം കിട്ടി. എന്നെ പോകാത്ത തന്നെ. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ട് നിൽക്കുക. അപ്പം എന്നോട് ചോദിച്ചു, ഇഷ്ടമാണെന്നോ ഇതൊക്കെ വായിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഇഷ്ടമാ, അറിയത്തില്ല. എന്നാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു. തിണ്ണയിലിരുന്നു. അപ്പം ഈ മാന്യ മാതാവ് ഇത് വായിക്കും, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് വലിയ സന്തോഷമായി. അപ്പം ഞാൻ പിന്നീട് എല്ലാ ദിവസവും
ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കഴിച്ച് ചിലപ്പോൾ അവിടെ പോയിരുന്ന് കഴിക്കും, കഴിച്ചേച്ച് ഇവരുടെ കൂടെ അല്പസമയങ്ങൾ ചെലവഴിക്കും. ജീവിതത്തിൻ്റെ ദിനചര്യയുടെ ഭാഗമായി പറയുന്നതല്ല, ഒരു ദിവസത്തെ സംഭവങ്ങളാണ്. 4 മണി വിട്ട് വീട്ടിൽ വന്ന് അന്നൊക്കെ വീട്ടിലെ പിള്ളേരുമൊക്കെ ജോലി ചെയ്ത് വെക്കുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ജോലിയൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ കൂടെ ഒരു ജോലി മാന്തുക തോണ്ടുക നോക്കിയിരിക്കുക, വേറെ ജോലിയൊന്നുമില്ല. കഴിക്കാൻ പോലും താല്പര്യമില്ല. നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും എല്ലാവരും കുനിഞ്ഞിരിക്കുകയല്ലേ, ആരും നേരെ നോക്കുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് നേരെ നോക്കി വർത്താനം പെടുന്നില്ല. എന്നെ ഉണ്ട് സുഖമാണോ? അപ്പം അന്ന് 4 മണിയൊക്കെ വിട്ട് വീട്ടിൽ വന്നാൽ ജോലിയുണ്ട്. അപ്പം ഞാൻ ഷടേന്ന് ജോലിയൊക്കെ ചെയ്തതിന് ശേഷം സന്ധ്യയാകുമ്പോൾ ക്ഷേത്രത്തിൽ പോകും, ദീപാരാധനയ്ക്ക് കൂടും. ഇതായിരുന്നു ജീവിതം. എല്ലാ ദിവസവും ഇങ്ങനെ. സുഖമില്ലാതിരുന്ന ചില ദിവസങ്ങളിൽ മാത്രമേ ക്ഷേത്ര ദർശനം നടത്താതുള്ളൂ. ബാക്കി എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിൻ്റെ അന്ന് വരെ വളരെ ഭക്തിയിലാണ് ജീവിച്ചത്. ഞങ്ങളുടെ അവിടുത്തെ ക്ഷേത്രത്തിലെ വൃശ്ചികവ്രതമൊക്കെ ആരംഭിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് നാമം ജപിക്കും. 41 ദിവസവും ഞാനും കാണും. പ്രായമുള്ള അമ്മമാരാ നാമം ജപിക്കുന്നത്, പിന്നെ പെൺകുട്ടികളുമൊക്കെ ഉണ്ട്. എങ്കിലും അവരുടെ കൂടെ, ഈ അമ്മമാരുടെ കൂടെ ഞാൻ ഇരിക്കും. അതിലൊന്ന് പ്രായമുള്ള 1-2 അമ്മമാരുണ്ട്, അവർ നന്നായിട്ട് നാമം ജപിക്കും, അവർക്കൊക്കെ മനഃപ്പാഠമാണ്. ഞാനും കാണാതെ പഠിച്ചു. ഇത് എന്നിവിധല്ലയോ. അതിലെ 1-2 അമ്മമാർ എൻ്റെ വല്യമ്മച്ചിയുടെ കൂട്ടുകാരുമാണ്. അതിൽ അവർ മരിച്ചു പോയി. ഒന്ന് കുറുപ്പശ്ശേരി പെണ്ണമ്മ എന്ന് പറയുന്ന ഒരമ്മ, 16-ലെ ഗൗരിയമ്മ എന്ന് പറയുന്ന വേറൊരമ്മ, പനിച്ചിക്കളത്തിലെ ഭവാനിയമ്മ എന്ന് പറയുന്ന വേറൊരമ്മ, പറവശ്ശേരി ഭവാനിയമ്മ എന്ന് പറയുന്ന ഒരമ്മ. ഈ 4 അമ്മമാരെ അമ്മയും വേറെ ഉണ്ട്. അപ്പം ഞാനും ഇവരുടെ കൂടിരുന്ന് നാമം ജപിക്കും. അത് ഈ 41 ദിവസവും. അതിനുശേഷം കെട്ടുമുറുക്കി മലയ്ക്ക് പോകുന്നവർ കാണും. അപ്പം ഞാനും ശരണം വിളിക്കാനും ഒക്കെ കൂടും. എന്ന് പറഞ്ഞാൽ വളരെ ഭക്തിയോടാണ് ജീവിച്ചത്. ഞാൻ സാധാരണ ഇങ്ങനെ വിസ്തരിച്ച സാക്ഷ്യമൊന്നും അധികം പറഞ്ഞിട്ടില്ല. ചുമതലപ്പെട്ടവരെന്നോട് പറഞ്ഞ് സാക്ഷ്യമൊന്നും പറയുന്നത് ഉചിതമായിരിക്കും എന്ന് പറഞ്ഞത്. എനിക്ക് കൂടുതൽ വചനം സംസാരിപ്പാനാ ആഗ്രഹം, താല്പര്യവും. എങ്കിലും ആർക്കെങ്കിലും പ്രയോജനമായി ഭവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അതങ്ങനെ ഉതകട്ടെ. അപ്പം ഇങ്ങനെ വളരെ ഭക്തിയോടാണ് ജീവിച്ചത്. അധികം വിവരിക്കുന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. അതിന് മുഖാന്തരം, എല്ലാത്തിനും മുഖാന്തരമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഓണം വരാൻ ഒരു മൂലം വേണമെന്ന്. അപ്പോൾ എല്ലാത്തിനും മുഖാന്തരമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടാനുള്ള മുഖാന്തരം സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ടു. ഈ വിശ്വാസ മാർഗത്തിൽ വരുന്നതിന് മുമ്പും കഴിവിൻ്റെ പരമാവധി മെഡിസിൻ ഉപയോഗിക്കുകയല്ല. അന്നും എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ വരുമ്പോൾ അമ്പലത്തിൽ നിന്ന് ഭസ്മം കിട്ടും. അത് ഞാൻ ജപിച്ചങ്ങ് കഴിക്കും. അങ്ങനെ അന്നൊക്കെ പല കാര്യത്തിലും പ്രവർത്തിച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, കരിമാത്ര എന്ന് പറയും. അവിടെ നിന്നൊരു ഭസ്മം കിട്ടും. അപ്പം ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പും അങ്ങനെ കൂടുതലും. അതുകൊണ്ട് അങ്ങനെ അസുഖം ഉണ്ടായാൽ മറ്റ് ചികിത്സയ്ക്കൊന്നും പോകുകയല്ല. എന്നാൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. പനിയായിട്ട് തുടങ്ങിയതാ, അത് പിന്നെ അങ്ങ് ടൈഫോയിഡായി കൂടി. ഒരു ദിവസം രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ട്, ക്ഷീണമായി. അപ്പം വല്ലാത്തൊരു പ്രയാസം. എൻ്റെ പിതാവിൻ്റെ അനുജൻ വന്ന് എന്നെ കണ്ടപ്പം വല്ലാത്തൊരു കണ്ടീഷൻ. അദ്ദേഹം തന്നെ എന്നെ എടുത്ത് അടുത്തൊരു ആശുപത്രി കൊണ്ടുപോയി. അത് ഞങ്ങളുടെ അടുത്തൊരു ചെറിയ ക്ലിനിക്കാണ്, 10-ലെ ഹോസ്പിറ്റൽ എന്ന് പറയും, ചിറയിൽ 10-ല്. അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ പനി കൂടി, അല്പം അങ്ങനെ അഡ്മിറ്റ് ആക്കി. ഏതാണ്ട് ആ ഹോസ്പിറ്റലിൽ ഒരു 14 ദിവസം ചികിത്സയിൽ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ
ക്ഷേത്രത്തിൽ പോകാതിരിക്കുന്നത് അടുപ്പിച്ചു. എനിക്ക് വലിയ പ്രയാസമായി. ഒരു ദിവസം രാവിലെ ഡോക്ടർ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വീട്ടിൽ വിടണം. അയ്യോ സാധ്യമല്ല. ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, പോണം. അപ്പം അദ്ദേഹം എൻ്റെ അങ്ങനെ അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പം എൻ്റെ നിർബന്ധത്തിനോ ഇനിയും അവിടുത്തെ അസൗകര്യം കൊണ്ടോ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, വിടാം, വളരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, നിർദ്ദേശമൊക്കെ നൽകി മരുന്നുമൊക്കെ തന്നു. ഇത് ക്രമത്താലെ കഴിക്കണം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ മരുന്നുമൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. 2 ദിവസം ക്ഷേത്രത്തിൽ പോയില്ല. 3-ാം ദിവസം മുതൽ പിന്നെയും പതിവ് പോലെ ക്ഷേത്ര ദർശനം നടത്തി. മരുന്ന് കഴിക്കുന്നുണ്ട്, ക്ഷേത്ര ദർശനവും നടത്തുന്നുണ്ട്, പതിവിനൊന്നും ഭംഗം വരുന്നില്ല. എങ്കിലും എൻ്റെ അസുഖത്തിന് പൂർണ്ണമായിട്ടൊരു വിടുതൽ ലഭിക്കുന്നില്ല. ഈ സമയത്ത് ടൈഫോയിഡ് കൂടി നെഞ്ചിനകത്ത് ബുദ്ധിമുട്ടായി. അത് മാത്രമല്ല, പിന്നീടുള്ള സമയം എനിക്ക് അങ്ങ് മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ അസ്വസ്ഥത, മരണഭീതിയും എന്നെ അലട്ടി. എനിക്ക് അന്നേ മരിക്കാൻ പേടിയാ. അതെ, മരിക്കാൻ ഇപ്പോഴും ഉണ്ട്. അയ്യോ, നിങ്ങളിപ്പോൾ പറയാ എനിക്ക് മരിക്കാൻ പേടി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണിക്കുന്നൊന്നുമില്ല, പക്ഷെ മിക്കവർക്കും പേടിയാ. പിന്നെ പൊതുവിലങ്ങ് പറയാ ഒരു വിപ്ലവഗാനത്തിൻ്റെ വരിയുണ്ട്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. എഴുതിയ പുള്ളി മരിച്ചു, ഏറ്റുപാടിയവരും മരിച്ചു, മരിച്ചേ ഓക്കൂ. അപ്പം അന്ന് എനിക്ക് ഭയങ്കര ഭയമാണ്, മരണഭയം. ഈ മരണഭീതി എന്നെ വല്ലാതെ അലട്ടി. അതിന് പേടിക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മരിച്ചാൽ എവിടെ പോകുമെന്നറിയത്തില്ല. അതാ മെയിൻ വിഷയം. അപ്പം ഈ കുഞ്ഞുനാളിലൊക്കെ പലരും കെട്ടുകഥ എന്നാ പറയുന്ന കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലിരിപ്പുണ്ട്. അതിലൊരു കഥ ഇങ്ങനെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. കള്ളം പറഞ്ഞാൽ പാപം ചെയ്താൽ താഴെ ഇങ്ങനെ വലിയ ആഴി കൂട്ടിയിട്ടിരിക്കുക, അതിൻ്റെ മേളിൽ കൂടെ ഒരു തലമുടിനാരിൻ്റെ വലിപ്പത്തിലുള്ളൊരു പാലം. അത് ഞാൻ അച്ഛനും കേട്ടിട്ടുണ്ടല്ലേ, ഞാനും ഇത് കേട്ടിട്ടുണ്ട്, കൊച്ചിലെ കേട്ടതാ. ഒരു പാലം. അപ്പം ഈ പാലത്തിൻ്റെ ഇതിലേ കൂടെ നമ്മളെ കയറ്റി ഇങ്ങനെ നടത്തും. കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടുക്ക് വരുമ്പം പൊത്തുവൻ. അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാൻ താഴെ വീഴും, അക്കരെ ചെല്ലുകയല്ല. അപ്പം ഇത് വലിയ ഭീതിയാണ്. കൊച്ചിലെ കേട്ട കഥകളാണ്. അപ്പം ഇതൊക്കെ ചിന്തിച്ച് എനിക്കങ്ങ് പേടിയാണ് മരിക്കാൻ. മരണഭയം എന്നെ വല്ലാതെ അലട്ടി. മരിക്കാൻ പേടി, മരണഭീതി, ശാരീരിക ക്ഷീണവും, നെഞ്ചിനകത്ത് ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും പലത്. ചികിത്സകൾ ചെയ്തെങ്കിലും പൂർണ്ണമായി വിടുതൽ ലഭിക്കുന്നില്ല. അന്നത്തെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്ക് ആവുന്ന വിധത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് ഭേദമൊന്നും വരുന്നില്ല. ഈ സമയത്ത് ചികിത്സകളും മാറി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിന് വിധേയപ്പെട്ടു. എങ്കിലും ഒരു പൂർണ്ണ വിടുതൽ ലഭിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് വൃശ്ചിക വ്രതം ആരംഭിച്ചു. ഞാനും വ്രതം നോക്കി. ദീർഘമാക്കുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 10-15 ദിവസമായി. ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ദീപാരാധനയെല്ലാം കഴിഞ്ഞ് ശരണം വിളിച്ചു. ചിലർ മലയ്ക്ക് പോകുന്നുണ്ട്, അതിന് സഹകരിച്ചു. കയ്യിൽ പ്രസാദമൊക്കെ ഉണ്ട്, അതുമൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം. ഇത്രയും ആളും ഒന്നുമില്ല, കുറച്ച് പേര്. അപ്പം എനിക്ക് ശാരീരിക ക്ഷീണമുണ്ട്, മരണഭീതിയുണ്ട്, വളരെ ബുദ്ധിമുട്ടുകൾ എന്നെ അലട്ടുന്നുണ്ട്. പലതും ആരോടും പറയുന്നില്ല, മരുന്നുമൊക്കെ കഴിക്കുന്നുണ്ട്, എങ്കിലും വേണ്ട വിധത്തിൽ വിടുതലില്ല. അപ്പം ഞാൻ വീട്ടിലോട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഈ യോഗം. അപ്പം ഞാൻ ഒരു മരത്തിന് മറഞ്ഞിരുന്ന്, പൂമരശെന്ന് പറയും, മരത്തിന് ഇരുട്ടത്ത് മറഞ്ഞിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ കയ്യടിയും ബഹളവും പാട്ടും വലിയ ബഹളമാണ്. ഒന്നും പിടികിട്ടുന്നില്ല. ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും നമുക്കൊന്നും പിടികിട്ടുന്നില്ല. എന്നെ കാണിക്കുന്നത് പോലും ഇപ്പോഴും എന്തുവാന്ന് പോലും അറിയാൻ മേൽ. പിന്നെ ഒരു പരുവത്തിന് അങ്ങ് പോവുക. അന്ന് ഒന്നും പിടികിട്ടുന്നില്ല. അപ്പൊ ഈ മരത്തിന് മറഞ്ഞിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. പക്ഷെ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ തോന്നി. എനിക്ക് അസുഖങ്ങളും അസ്വസ്ഥതകളും മനോഭീതിയും മരണഭീതിയും ഉണ്ടല്ലോ.
ചിലപ്പോൾ ഇവർ പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത. ഒന്നും പറഞ്ഞില്ല. അങ്ങനെ നിന്നപ്പോൾ ആ യോഗ സ്ഥലത്ത് നിന്നൊരു പയ്യൻ എഴുന്നേറ്റ് എൻ്റെ സമീപയെ കൂടെ വന്നപ്പോൾ ഞാൻ ആ പയ്യനെ വിളിച്ചു വെച്ച് പറഞ്ഞു, മോനെ പാസ്റ്ററോട് ഉപദേശിയോട് പറയണേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. അവൻ പെട്ടെന്ന് പുറകോട്ട് ചെന്ന് ഇതുപോലെ ദൈവദാസന്മാരിരിക്കുക, അതിലൊരാളോട് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. അന്ന് അവിടെ പ്രധാനപ്പെട്ട പാസ്റ്റർമാരിൽ ഒരാൾ തകഴി തങ്കച്ചായൻ എന്ന് പറയും, പ്രവാചകനാണ്. ഒരു ബാബു പാസ്റ്റർ, ഒരു ബിജു പാസ്റ്റർ, അവരൊക്കെ ഉണ്ട്. വേറെയും കർത്തൃദാസന്മാരുണ്ട്. ഈ പയ്യനെ അവിടെ ചെന്ന് പറഞ്ഞ ഉടനെ അതിലൊരാൾ, ആരാന്ന് ഞാൻ തിട്ടമായിട്ട് ഓർക്കുന്നില്ല, എഴുന്നേറ്റ് പറഞ്ഞു ആ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച വ്യക്തി മുന്നോട്ട് വരാൻ പറഞ്ഞു. ഞാൻ മരത്തിന് മറഞ്ഞിരുന്ന ഇത് പറഞ്ഞത്. അപ്പം ഞാൻ ചിന്തിച്ചത്, ദൈവമേ പറഞ്ഞതിപ്പം നമുക്ക് ഈ മാർഗത്തിൽ വരുന്നതിന് മുന്നേ നമ്മൾ പെന്തിക്കോസുകാരുടെ വെട്ടത്ത് പോയി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയല്ല, നാണക്കേട. അഥവാ വന്നാലും നമ്മൾ പാത്തോ പതുങ്ങിയോ പമ്മിയൊക്കെ നിൽക്കുകയുള്ളൂ. അതിൻ്റെ കാരണം നമ്മൾ ഇതിനകത്ത് ആകുമെന്നുള്ള മനോഭീതിയാണ്. അതിന് എൻ്റെ ഒരു വകയപ്പെട്ട ഒരാൾ പറയുമായിരുന്നു, ഈ പെന്തിക്കോസ് വരിക എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സ് വരും പോലാന്ന്. വീട്ടിലൊരാൾക്ക് വന്നാൽ മതി, അവൻ്റെ കുളി കഴിയുമ്പം അവൻ്റെ അനിയന് വരും. അല്ല, താണിക്കാട്ടും അങ്ങനെയൊക്കെ തന്നെ വന്ന് ഒരാൾക്ക് ചിക്കൻ പോക്സ് വന്നാൽ മതി. അവന് പഴയ കണക്കാ 10-20 ദിവസം കഴിയുമ്പം കുളിക്കുമ്പം മറ്റവന്. അപ്പം ഇവന് അതിന് മുമ്പേ ലക്ഷണം കാണിച്ചു തുടങ്ങും, ഇല്ലേ? ഒരു മൂക്കടപ്പും അങ്ങനെയൊക്കെ ഉണ്ട്, ലക്ഷണം കാണിക്കുന്നവരുണ്ട്. അവൻ്റെ കുളി കഴിയുമ്പം പെങ്ങക്ക് വരും, അത് കഴിയുമ്പോൾ അടുത്തയാൾക്ക് വരും. ചുരുക്കി പറഞ്ഞ ആ വീട്ടിലുള്ളവർക്കെല്ലാം വരാൻ സാധ്യത ഉണ്ട്. എനിക്കൊന്ന് താണിക്കാട്ട് എല്ലാവർക്കും ചിക്കൻ പോക്സ് വന്നില്ലെന്നാ തോന്നുന്നത്. ആട്ടെ, ഈ രാത്രി യോഗം കൊണ്ട് അങ്ങനെയും ഉണ്ടാകട്ടെ, അതിന് യോഗ ഉതകട്ടെ. എന്തായാലും ഈ വീട്ടുകാർക്കെല്ലാം ഇത് പുറത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടുകാർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് അവിടെ ചിക്കൻ പോക്സ് അവരോട് മിണ്ടുക പോലും ചെയ്തേക്കരുത്, മിണ്ടരുത്, വീട്ടിൽ കയറ്റരുത്, അങ്ങോട്ട് പോയി ഒരു കടുകിന് പോലും അങ്ങോട്ട് ഒക്കുന്നെങ്കിൽ നമുക്ക് 2 ആഴ്ച ഇവിടെ നിന്ന് മാറുന്നതാ. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ ഒരു ബന്ധുവാണ് പറഞ്ഞത്, പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സ് വരും പോലാന്ന്. ഇത് ചിക്കൻ പോക്സ് അല്ല, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും ഈ മാർഗത്തിൽ വരികയല്ല. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പിതാവ് ആകർഷിച്ചതാ. അബദ്ധത്തിലൊന്നും വന്നിരിക്കുന്നതല്ല ഈ യോഗത്തിന്. ദൈവം നിങ്ങളെ മുന്നമേ കണ്ടതുകൊണ്ടാണ്. അക്കടി പറ്റി കയറിയതല്ല. സർവജ്ഞനായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ പ്രയാസപ്പെട്ടു. എങ്കിലും എന്നെ വിളിച്ചു. ആദ്യം അല്പം മടിയൊക്കെ തോന്നിയെങ്കിലും ശാരീരിക ക്ഷീണവും ഭേദയും ഞാനല്ലേ അനുഭവിക്കുന്നത്. അല്പം മടിച്ചും അറച്ചുമാണെങ്കിലും മുൻപോട്ട് നടന്നു ചെന്നു. അന്ന് രാത്രി അവിടെയുള്ളതായ ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം കൂടെ ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസന്മാരിൽ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് രാത്രി പറയട്ടെ, അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. യേശു അന്ന് രാത്രി സൗഖ്യമാക്കി. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ വിടുതല്, സൗഖ്യം, ആശ്വാസം ശരീരത്തിലും മനസ്സിലും ഒരുപോലെ അനുഭവിച്ചു. അപ്പം ഞാൻ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു, ഇവർ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി ആശ്വാസവും സമാധാനവും ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ വൈകിട്ട് പ്രാർത്ഥനയ്ക്കൊന്ന് വരാം. പകൽ വന്നാൽ നാണക്കേടാ, വല്ലവരും കാണുകയല്ലേ. വൈകിട്ട് വരാം. എങ്കിലും ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ താല്പര്യമുള്ളത് കൊണ്ട് ഇതെല്ലാം വിട്ടേച്ച് വരാൻ ഒരു മനസ്സിന് സങ്കടമൊക്കെ ആയി. അപ്പം അതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ലല്ലോ. സന്ധ്യയാകുമ്പോൾ ക്ഷേത്രത്തിൽ പോയി ദർശനമെല്ലാം കഴിഞ്ഞ് ഈ പ്രാർത്ഥിക്കുന്ന വീട്ടിൽ വരും. കളപക്കുറിയും എല്ലാം അവർ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ തന്നെ അങ്ങ് തുടച്ചു കളി. ആരും പറഞ്ഞ ഒരു ഉപദേശിമാരും ഒന്നും പറഞ്ഞിട്ടില്ല, പോകരുതെന്നോ തുടയ്ക്കണമെന്നോ ഇത് ഒന്ന് അവർ പ്രാർത്ഥിക്കും. അപ്പം എൻ്റെ ഹൃദയത്തിൽ ചിന്ത വന്നു, പ്രാർത്ഥനാ വീടിനടുക്കുമ്പോൾ ഞാൻ ഇതെല്ലാം അങ്ങ് തുടച്ചു കളഞ്ഞ് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് കയറിയിരിക്കും. ഇവർക്കറിയാം, എങ്കിലും ഇവരൊന്നും വേണ്ടിയിട്ടില്ല. അപ്പം ഞാനൊട്ട് പറഞ്ഞുമില്ല. ഒരു സാക്ഷ്യം കൂടെ പറയാം അതിനോട് ചേർത്ത്. ഒരു ദിവസം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അല്പം നേരത്തെ ഇറങ്ങി.
അപ്പം എന്നോട് പറഞ്ഞ് ഇന്നിവിടെ പ്രത്യേക പ്രാർത്ഥനയുണ്ട്, വരണേ എന്ന് പറഞ്ഞു. പതിവിന് വിപരീതമായിട്ട് ആൾക്കാരെല്ലാം കൂടെ കൂടി, അവരുടെ സഭയുടെ പ്രാർത്ഥനയാണ്, നമുക്ക് അറിയത്തില്ല. അപ്പം പറഞ്ഞു വരണം. അപ്പം എന്നാൽ നേരത്തെ പോകാൻ ഓർത്ത് ക്ഷേത്രത്തിൽ നിന്ന് നേരത്തെ ഇറങ്ങി. അപ്പം ഇറങ്ങി ഈ വീട്ടിലോട്ട് ചെയ്യുമ്പം വേറൊരു വീടുണ്ട്, ഒരു പിന്നെ അവർ കത്തോലിക്കരായ സഹോദരങ്ങളാണ്. അവരുടെ വീട്ടുപേര് കളത്തിപ്പറമ്പിലെന്ന, റോമൻ കാത്തലിക്സും. അപ്പം അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എല്ലാ വീട്ടിലും ഒന്നും ടി വി ഇല്ല. ടി വി ദേശത്ത് 1-2 വീട്ടിലൊക്കെ ആയിരിക്കും ടി വി ഉള്ളത്. അപ്പം ആ നാട്ടിലുള്ളവരൊക്കെ ചിലപ്പോൾ അവിടെ ചെന്നാൽ ഇത് കാണുന്നത് കൂടുതലും ദൂരദർശൻ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന് വരുമ്പോൾ ഈ കളത്തിപ്പറമ്പിലെ വീട്ടിലെല്ലാവരും ടി വി കാണുന്നു, എന്തോ പരിപാടിയാണ്. എന്നാൽ ഒന്ന് കണ്ടേച്ച് പ്രാർത്ഥിക്കുന്നിടത്തോട്ട് പോകാമെന്ന് ഞാനും ചിന്തിച്ചേ. വലിയ തിണ്ണയാണ്, ഇതുപോലെ നെടുനീളം തിണ്ണയാണ്, തൂണുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു തൂണിൻ്റെ അവിടെ തിണ്ണയിലിരുന്നില്ല, ആൾക്കാരെല്ലാം തിണ്ണയിലിരിക്കുക. അങ്ങേയറ്റത്തൊരു മുറിയുണ്ട്, ആ മുറിയുടെ വാതിക്കലാണ് ടി വി വെച്ചേക്കുന്നത്, എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാണുക. അപ്പം ഞാൻ നടന്ന് ആ തൂണെ പിടിച്ചുകൊണ്ട് ഞാനും ഇങ്ങനെ കണ്ടു. അപ്പം എനിക്ക് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ല ആശ്വാസവും സമാധാനമാണ്. അത് കഴിയുമ്പോൾ പിന്നെ അസ്വസ്ഥതയുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു കാൽപെരുമാറ്റം. അപ്പം ഞാൻ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ ആ വീട്ടിലെ പട്ടിയാണോ അയലത്തെ പട്ടിയാണോ എന്നറിയത്തില്ല, പട്ടി മുറ്റത്ത് വന്ന് ആൾക്കാരിരിക്കുമ്പോൾ നിഴലുമൊക്കെ ഉണ്ടല്ലോ, പട്ടി ഇങ്ങനെ കുറച്ച് നേരം നോക്കി. അപ്പം ഈ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ നോക്കിയപ്പം പട്ടി എന്നെ നോക്കി. അവരെല്ലാം ടി വി കാണുക. അപ്പം പട്ടി എന്നെ നോക്കിയിട്ട് കരഞ്ഞു. അത് ഞങ്ങളുടെ നാട്ടിൽ ആ കരച്ചിന് പറയുന്നത് ഓലിയാനിടുക എന്ന്. ഇവിടെ എന്തുവാന്ന് അറിയത്തില്ല, ഇവിടെ എന്തുവാ പറയുന്നത്? അങ്ങനെ തന്നെ ഓരോ നാട്ടിൽ ഓരോ ഭാഷാ ശൈലിയുണ്ട്. പട്ടി എന്നെ സൂക്ഷിച്ച് നോക്കിയ ജോലിയാനിട്ടു. നമുക്ക് ഈ അന്ധവിശ്വാസങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ പെന്തിക്കോസിലാന്നേലും ഇതൊന്നും പറ മാറ്റിയിട്ടൊന്നുമില്ല. വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ, മാറ്റിയിട്ടില്ല. മാറ്റിയോ? നിങ്ങൾ എന്തെങ്കിലും വാ തുറന്ന് പറ. ഇല്ലെന്ന് ഞാൻ 1-2 തെളിയിക്കാൻ പോവുക, എന്നിട്ട് ഇനി അടുത്ത കാര്യം പറയാം. അല്ലെ, കാര്യം പറയുമ്പോൾ തീർത്ത് പറയണ്ടേ? എല്ലാവരും അല്ലെങ്കിലും ചിലര്, എല്ലാവരെയും ഉൾപ്പെടുത്തുന്നില്ല ചിലര്. ഇപ്പോഴും പെന്തിക്കോസ് വന്നെങ്കിലും ചിലര്, എല്ലാവരും അല്ല, ചിലര് പറയും യോ എന്നാന്നറിയാമല്ല, കുറേ ദിവസമായിട്ട് കൈയുടെ വെള്ള മനസ്സിലായി കാണും. മാറ്റിയെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ അമ്മാമ്മ ഞാൻ ഇന്ന് ഒത്തിരി അങ്ങ് ചിരിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ചെല്ലു പറഞ്ഞ കേട്ടില്ലയോ, ഞാൻ എപ്പോ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയാലും പുറകു വിളിക്കും. നിങ്ങൾ കേട്ടിട്ടില്ല? എവിടെ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ ഈ നശിച്ച പൂച്ച ഉടനെ, ഈ പൂച്ച തല്ലിക്കൊല്ലണമെന്ന് ഞാൻ ഒത്തിരി നാൾ കൊണ്ട്. നിങ്ങളൊന്നും പറയണ്ട, മിണ്ടണ്ട, വേണ്ട. ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. രാവിലെ കഥകുന്ന ഇന്ന് ആരോപി ഈ പക്ഷി എപ്പോഴും ഇങ്ങനെ അലച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞ വഴക്കുണ്ടാകുമെന്ന്. അമ്മായിയമ്മ മരുമകളോട് അദ്ദേഹം കൊച്ചെ കടുക് താഴെ എന്ന് പറഞ്ഞ പറ, കടുക് താഴെ പോയാ ഉറക്കെ പറ. വഴക്കുണ്ടാകും. സഭയ്ക്കകത്ത് കടുക് പോയിട്ടാന്നോ വഴക്കുണ്ടായേ? കസാര എടുത്താ ചിലരടിക്കുന്നത്. കടുക് പോയിട്ടാന്നോ? അതെ, ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല ഞാൻ. ഇങ്ങനെ ഒത്തിരി അന്ധവിശ്വാസങ്ങൾ ആൾക്കാരുടെ ഇടയിലുണ്ട്. ഈ പട്ടി എന്നെ നോക്കി ഓലിയാനിട്ടപ്പോൾ ഒരു അന്ധവിശ്വാസമാ. പട്ടി ഓലിയാനിടുന്നത് സൂക്ഷിച്ച ഒരാളെയും കൊണ്ട് പോവുക. അപ്പം എൻ്റെ ചിന്ത ഇന്ന് രാത്രി എന്നെ കൊണ്ടുപോകാനാ. പേടിച്ചു പോയി. ഇപ്പം സന്തോഷത്തോടൊക്കെയാ പറയുന്നെങ്കിൽ അന്ന് വലിയ മനോഭീതിയായി. ഒട്ടും അമാന്തിച്ചില്ല. ടി വി കാണാൻ നിന്നില്ല, അവിടെ ഓടി പ്രാർത്ഥിക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ അവിടെ നല്ല യോഗം നടക്കുക.
എനിക്ക് തോന്നുന്നത് അന്ന് രാത്രി അവിടെ ശുശ്രൂഷിച്ചത് കരുവാറ്റാൻ ജോൺസൺ പാസ്റ്റർ ആണോ എന്നൊരു സംശയമുണ്ട്. അന്നൊന്നും ആരെയും അറിയത്തില്ലല്ലോ. പിന്നീട് എൻ്റെ ചിന്ത അങ്ങനെ തോന്നുന്നത്. എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസ് ഓടിച്ചെന്ന് കയറി. അപ്പം എല്ലാ ദിവസവും ഇതെല്ലാം തുടച്ചേച്ചായി ചെല്ലുന്നത്. അന്ന് ഈ വെപ്രാളം കൊണ്ട് തുടച്ച് കളയാൻ ഒത്തില്ല. ചെന്നിരിക്കുക. എന്തിന്? അവരൊന്നും വേണ്ടിയില്ല. അവരെല്ലാം കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ തന്നെ ഇതെല്ലാം തുടച്ചു കളഞ്ഞ് ഒരു തീരുമാനമെടുത്തു. ഇനി മുമ്പോട്ട് മാത്രമേ ഉള്ളൂ, പുറകോട്ട് പോകുന്നൊരു പ്രശ്നമില്ല. അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു. ഇനി ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി മാത്രം. ആ തീരുമാനമെടുത്തു. ദൈവദാസന്മാർ വീണ്ടും പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു കർത്താവ് പൂർണ്ണ വിടുതൽ നൽകി. ഉദ്ദേശം അന്ന് രാത്രി ഒരു 11:45 രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുവാനും വിശ്വസിക്കാനും ഏറ്റെടുക്കാനും ദൈവം ഭാഗ്യം നൽകി. ദൈവത്തിന് മഹത്വം. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം നിർത്തി. ദൈവത്തിൻ്റെ മഹാകൃപയാലും അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ഇതുവരെ ദൈവം നിർത്തി. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ മാർഗത്തിൽ വന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗപീഠകളിൽ വലയുന്നെങ്കിൽ, ചികിത്സകൾ ചെയ്തിട്ടും ഭേദം വരാതെ ഇരിക്കുന്നെങ്കിൽ, മാനസിക വ്യതകളാലും സംഘർഷങ്ങളാലും പ്രയാസപ്പെടുന്നെങ്കിൽ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ ആരെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ യാതൊരു ഗതിയില്ല, ഇനി രക്ഷപ്പെടുകയില്ല എന്നുള്ള ചിന്തയോടിരിക്കുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. മദ്യപാനം അതിന് പരിഹാരം തരികയില്ല. ലഹരി പദാർത്ഥങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും അതിന് പരിഹാരമില്ല. പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചാൽ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, അങ്ങനെയുള്ളവർക്കും അവരുടെ കുടുംബത്തിനും രക്ഷയും വിടുതലും സമാധാനവുമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം. ആ കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സാക്ഷ്യം ചുരുക്കമായിട്ട് അങ്ങനെ പറയുന്നുള്ളൂ. ഇനിയും ദൈവവചനം സംസാരിക്കുന്ന സന്ദർഭത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും വന്നാൽ നമുക്ക് ചിന്തിക്കാം. ആ തിരുവചന ഭാഗം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ഈ രാത്രി ധ്യാനിക്കാം. അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സഭാപ്രസംഗികളുടെ പുസ്തകം. ശലോമോനാൽ എഴുതപ്പെട്ട പുസ്തകം. ശലോമോനാൽ എഴുതപ്പെട്ട പല പുസ്തകമുണ്ട്. അതിൽ ഒന്നാണ് ഈ സദൃശവാക്യം, ഒന്നാണ് സഭാപ്രസംഗി, മറ്റൊന്നാണ് പാട്ടുകളുടെ പാട്ടാകുന്ന ഉത്തമഗീതം. ശലോമോനെ പറ്റി അറിയാം. ദാവീദിന്റെ മകനാണ് ശലോമോൻ. വളരെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ വ്യക്തിയാണ്. ധാരാളം ഗീതങ്ങളും സദൃശവാക്കുകളും ശലോമോൻ ചമച്ചു. ഇതിനെപ്പറ്റി വേദപഠിതാക്കളിൽ ചിലര് പറയുന്നത്, ഈ കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എഴുതിയ പുസ്തകവും കൃപയെന്ന് പോയി കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകവും ഉണ്ടെന്നാണ്. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്തായാലും കൊള്ളാം. ഇവിടെ 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുക, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ദൈവകൽപ്പന പ്രമാണിക്കുന്ന നിനക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. പുസ്തകത്തിലൊരു വാക്യമുണ്ട്, യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുന്ന, ആചരിക്കുന്ന, പ്രമാണിക്കുന്ന വ്യക്തികൾക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. നമുക്ക് സമയത്തെയും കൂടെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിച്ച്
ഇന്ന് രാത്രി നിർത്താം. ദൈവത്തിൻ്റെ മഹത്വം. വളരെ ശാന്തമായിട്ടായിരിക്കും ദൈവവചനം നമ്മൾ ഇന്ന് രാത്രി ധ്യാനിക്കുന്നത്. അപ്പോൾ കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഉപദേശം പറയാ, ഏറ്റവും വലിയ കൽപ്പന സ്നേഹമാണ്. സ്നേഹം. കൊരിന്ത്യലേഖനം 13 നിങ്ങളെ വായിച്ച് കേൾപ്പിക്കേണ്ട, നിങ്ങളതെല്ലാം പഠിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി അത് വായിക്കുകയും കേൾപ്പിക്കുകയും വേണ്ട. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞാൻ പറയുന്നത് കേട്ട് ബലപ്പെടാനല്ല, ഞാൻ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. കാരണം അതുപോലെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. പോയിന്റ് വല്ലതും വിട്ടു പോകുന്നുണ്ടോ, തെറ്റുന്നുണ്ടോ, ഞങ്ങൾക്ക് അറിയാത്ത പോയിന്റ് വല്ലതും പുള്ളി അത് മിക്കവാറും കിട്ടുകയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം ദൈവത്തിൻ്റെ മഹത്വം. വിശേഷിച്ച് കൂട്ടാലക്കാർക്ക് എല്ലാ കാര്യവും പിന്നെ നല്ലതുപോലെ അറിയാം. സ്തോത്രം. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പം എന്തായാലും കൊള്ളാം, ഏറ്റവും ശ്രേഷ്ഠമേറിയ കൽപ്പന അവന് സ്നേഹമാണ്. അതവിടെ നിൽക്കട്ടെ. ദൈവസ്നേഹം ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല. ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു, കടമെടുക്കുക എൻ്റെതല്ല, കടവാ. കൂടുതലും കടവാ. പിന്നെ കൂടുതലും കടവാ. അല്ലാതെ പറയുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. ചെല്ലി പറയാനുണ്ട് ഇപ്പം കിട്ടിയതാണ്. അങ്ങനെ കിട്ടുകയില്ല. നേരത്തെ ഇത് പുസ്തകം വായിച്ചെങ്കിലേ കിട്ടുകയുള്ളൂ. നേരത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യണം, പുസ്തകം വായിക്കുക. എൻ്റെ അനുഭവം പറയാം കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് അപാകതയുണ്ട്, ക്ഷമിച്ചേക്കണം. അത് വെച്ച് എന്നെ ഒതുക്കാൻ നോക്കരുത്. വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് മെസ്സേജുകൾ, വാക്യങ്ങളൊക്കെ ചേർത്ത് കോർത്തിണക്കി വെക്കും. എന്നിട്ട് യോഗസ്ഥലത്തൊക്കെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വിഷയം പ്രസംഗിക്കാൻ ഉള്ള ഉദ്ദേശത്തിലാണ് ചെല്ലുന്നെങ്കിലും ചിലപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രേരണ, ഇന്ന് ആ വിഷയം സംസാരിക്കേണ്ട, ഇന്ന വിഷയം സംസാരിക്കാം. അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ അനുഭവം. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം. പല വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കാം. എന്തായാലും കൊള്ളാം, നേരത്തെ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അന്നേരം ആ സന്ദർഭം അനുസരിച്ച്, നടത്തിപ്പനുസരിച്ച് ദൈവം ആലോചന നൽകും. ചിലപ്പം വരുന്ന എല്ലാവർക്കും പ്രയോജനമാകില്ലെങ്കിലും ഒരാൾക്കത് വിടുതലായിരിക്കും. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവവചനം ശുശ്രൂഷിച്ച് അവസാനം സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞപ്പോൾ എന്തിനാ അക്കരയ്ക്ക് പോകുന്നെന്ന് ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല. പക്ഷേ കർത്താവിനറിയാം അക്കരയ്ക്ക് പോകുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, ദീർഘവർഷങ്ങളായി പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ അക്കരയുണ്ട്. അവന്റെ വിടുതലിന് വേണ്ടിയാ യേശു അക്കരയ്ക്ക് പോകുന്നത്. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ഇന്ന് രാത്രി ഈ താണിക്കാട്ടെ ഭവനത്തിൻ്റെ അങ്കണത്തിൽ നടക്കുന്ന ഈ പ്രാർത്ഥന എല്ലാവർക്കും ഒരു പക്ഷേ വിടുതലായി പരിണമിച്ചില്ലെങ്കിലും ഒരു വ്യക്തി വിടുതൽ പ്രാപിക്കുന്നെങ്കിൽ ഈ യോഗം വിജയമാണ്. ഈ ചെലവഴിച്ചതും ചെലവാക്കിയതും ബന്ധപ്പെട്ടതും ഇതിൻ്റെ പിമ്പിൽ അധ്വാനിച്ചതും അധ്വാനിക്കുന്നവർക്കും അത് അനുഗ്രഹമാണ്. ദൈവത്തിന് മകത്ത് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ മതി, ഒരാൾ യഥാസ്ഥാനപ്പെട്ടാൽ മതി, ഒരാൾ മടങ്ങി വന്നാൽ മതി. ഈ യോഗം വിജയമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാ. ശ്രദ്ധിക്കുക. അപ്പോൾ സ്നേഹം. അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്, ഈ ശരിയായ ദൈവസ്നേഹം നമ്മുടെ അകത്തില്ല, പലരുടെ അകത്തില്ല. വാസ്തവമായ ദൈവസ്നേഹം ഇല്ല, കടവാണേ. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വാസ്തവമായ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലില്ല, പലരുടെ ഉള്ളിലില്ല. പിന്നെ സ്നേഹം പോലെ ഉള്ളൊരു സാധനം എല്ലാവരുടെയും കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിലും ഉണ്ട്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. വാസ്തവമായ ദൈവസ്നേഹം നമ്മുടെ കയ്യിലില്ല, എന്നാൽ സ്നേഹം പോലെ ഒരു സാധനം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പം അദ്ദേഹം അതിന് കൊടുത്ത പേര്, എൻ്റെതല്ലേ, കടവാന്നേ. അപ്പം അദ്ദേഹം അതിന് കൊടുത്ത പേരാണ് ഇഷ്ടം. അത് ദൈവസ്നേഹമല്ല, ഇഷ്ടം. ദൈവസ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെയും പ്രത്യേകത തരംതിരിച്ചാൽ, ഇഷ്ടത്തിൻ്റെ പ്രത്യേകത എന്നോട് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടം, നിങ്ങളോട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടം. ചിലര് പറയുന്നത് കേട്ടില്ലേ, ഓ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അത് ദൈവസ്നേഹമല്ല. പുള്ളിയെ എനിക്ക് ഇഷ്ടമല്ല, അല്ല പുള്ളിക്ക് എന്നെ അങ്ങനെ വലിയ ഇഷ്ടമല്ല, അത് ദൈവസ്നേഹമല്ല.
എന്നെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അത് ദൈവസ്നേഹമല്ല. എന്നാൽ ദൈവസ്നേഹത്തിന്റെ വിശേഷത മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും, നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ സ്നേഹിക്കും. അതാണ് ദൈവസ്നേഹം. അതിന് ഏറ്റവും വലിയ തെളിവ് ദൈവത്തിന്റെ സ്നേഹം. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, ഈ ദൈവസ്നേഹം നമ്മുടെ അകത്ത് വന്നാൽ, ദൈവസ്നേഹത്തിൻ്റെ ഒരു വിശേഷത, ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? പാട്ട് പാടിയാലൊന്നും അറിയുകയല്ല. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ സ്വന്തം സഹോദരനോട് മിണ്ടുന്നില്ല. സ്റ്റേജിൽ കയറി പാടുക. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്ക് പോരാ. ബാക്കി അവൻ പറയും നിന്നെപ്പറ്റി. നീ വാക്കൊന്നും പറയണ്ട, അവൻ പറയും. ദൈവസ്നേഹം പാടിയത് കൊണ്ടൊത്തില്ല, സ്നേഹത്തെപ്പറ്റി 1 മണിക്കൂർ പ്രസംഗിച്ചത് കൊണ്ടും. എന്താണ് സ്നേഹം? സ്നേഹം എങ്ങനെ ഇരിക്കുന്നു? സ്നേഹത്തിൻ്റെ നിർവചനം, സ്നേഹത്തിൻ്റെ മൂലഭാഷ, സ്നേഹത്തിൻ്റെ ഗ്രീക്ക് നല്ലതാ, പക്ഷേ സ്നേഹിക്കുന്നില്ല. അപ്പം സ്നേഹത്തിൻ്റെ വിശേഷത, ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത, ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം വന്നെന്ന് എങ്ങനെ അറിയും? അതിനൊരാൾ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, ദൈവസ്നേഹം അകത്ത് വർദ്ധിക്കും തോറും കൊടുക്കാൻ തോന്നും. ദൈവസ്നേഹം കൂടും തോറും കൊടുക്കാൻ തോന്നും. നമുക്ക് ദൈവസ്നേഹം കൂടും തോറും എടുക്കാനാ തോന്നുന്നത്, അല്ലേ? പറഞ്ഞ സ്വോത്ര കാഴ്ച എടുക്കാനാ പറയുന്നത്, അല്ലേ? സ്വോത്ര കാഴ്ച ഒരാൾ എടുത്തോണ്ട് അങ്ങ് വീട്ടിൽ പോയി. പുള്ളിയോട് ചോദിച്ചു, എന്നാ എടുക്കാനാന്നല്ല പുള്ളി പറഞ്ഞത്. എടുത്തോണ്ട് പുള്ളി പറഞ്ഞു, വണ്ടി നേരത്തെ പോയി, എനിക്ക് പോകണം. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വർദ്ധിച്ചാൽ, ഉണ്ടെങ്കിൽ, അവന് കൊടുക്കാൻ തോന്നും. എന്തെങ്കിലും ഒന്ന് കൊടുക്കാനല്ല, ഏറ്റവും നല്ലത് കൊടുക്കാൻ തോന്നും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്കറിയാം. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അർത്ഥം ഇത്രയേ ഉള്ളൂ. യഹോവയായ ദൈവം, സർവജ്ഞനായ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. തൻ്റെ സൃഷ്ടിയുടെ മണിമകുടമാകുന്ന മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചു. മനുഷ്യജാതിയെ ദൈവം സ്നേഹിച്ചു. ദൈവം സ്നേഹമാ. ആ സ്നേഹമായ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. സ്നേഹിച്ചപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ആമൻ ഉരുത്തിരിഞ്ഞ ആഗ്രഹം, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ പ്രിയപ്പെടുന്ന ഈ മനുഷ്യജാതിക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഉരുട്ടിപ്പരട്ടി അവരെ ഒതുക്കാനല്ല ദൈവം ചിന്തിച്ചത്. ഏറ്റവും ശ്രേഷ്ഠമായതിനെ കൊടുക്കണം. അതുകൊണ്ടാണ് തൻ്റെ ഓമന കുമാരനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. അപ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വ്യാപരിച്ചാൽ കൊടുക്കാൻ തോന്നും. എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയല്ല, ഏറ്റവും നല്ലതിനെ കൊടുക്കണം. യഹോവയായ ദൈവത്തിന് മനുഷ്യവർഗത്തോട് സ്നേഹം വർദ്ധിച്ചപ്പോൾ ഏറ്റവും നല്ലതിനെ കൊടുക്കുവാൻ ആഗ്രഹിച്ചു. തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അതാ ദൈവസ്നേഹം. നമുക്കും ദൈവസ്നേഹം ഉണ്ട്. കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? മിക്കവാറും ദൈവസ്നേഹത്തെ പറ്റി പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും എന്ന സഹോദരങ്ങൾ തമ്മിൽ അതിന് തർക്കം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. പുള്ളി IPC, മറ്റേ പുള്ളി അസംബ്ലീസ് ഓഫ് ഗോഡ്, അപ്പുറത്തെ പുള്ളി ചർച്ച് ഓഫ് ഗോഡിൽ, ഇളയ പുള്ളി ഷാരോനിൽ, തള്ളയൊരെണ്ണം TPM നിന്ന് വെല്ലുവിളിക്കുക. വാക്കത്തിയായിട്ട്, ചുണയുണ്ട്, നീ ഇവിടെ കുറ്റിയിട്ടാൽ നിന്നെ ഞാൻ ഞായറാഴ്ച സഭാകുളി വന്ന് പാടുക. സ്നേഹത്തിന് ആഴവും നീളമതിൻ. ആട്ടെ, എഴുന്നേറ്റ് പോകണ്ട, ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കേ, നമുക്കിത് കഴിഞ്ഞേച്ച് പോകാം. വലിയ സുഖമായിട്ട് വരികയില്ല, എന്നാലും ഇരിക്കേ, വന്നതല്ലേ. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ കൊടുക്കാൻ തോന്നണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാ, കൊടുക്കണം. എന്തോ കൊടുക്കണം. ദൈവത്തിന് ആരുടെയും പൈസയൊന്നും വേണ്ട. പുള്ളി ഗതികേട് പിടിച്ച ആളല്ല. ധനവും മാനവും പുരാതന സമ്പത്തും അവിടുത്തെ പക്കലുണ്ട്, പൈസയൊന്നും വേണ്ട.
എന്നാൽ 2 പൂവൻ കോഴിയെ കൊടുക്കാം. വേണ്ട വേണ്ട, കാട്ടിലെ 1000 കാട്ടുകോഴി, അന്നേരം നിന്റെ 2 പൂവൻ. ഇവിടെ കാട്ടുകോഴി ഇഷ്ടം പോലെയാ. കാട്ടിലോട്ട് ചെന്ന് അതെല്ലാം ദൈവത്തിൻ്റെ അല്ലേ. കാട്ടിലെ 1000 ജന്തുക്കള്. നിന്റെ ആടിനെ ഒന്നും ദൈവത്തിന് വേണ്ട, കാളക്കിടാവിനെയും വേണ്ട, പശുവിനെയും ദൈവത്തിന് വേണ്ട. സ്തോത്രം. ദൈവത്തിന് ഞാൻ 10 സെന്റ് സ്ഥലം കൊടുത്തു. അയ്യോ, പിന്നെ പുള്ളി ലക്ഷം വീട്ടിൽ കിടക്കുകയായിരുന്നു പുറംപോക്കിൽ. ദൈവം പുള്ളി അതിലേ പോയപ്പോൾ അയ്യോ ദൈവം ആണല്ലോ പുറംപോക്കി കിടക്കുന്ന. എന്നാ വാ ദൈവമേ 10 സെന്റ് സ്ഥലം. ദൈവത്തിന് ആരുടെയും സ്ഥലം വന്നു. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാ. പിന്നെ നിന്റെ 10 സെന്റ് അല്ല, ഈ 10 സെന്റ് സ്ഥലം സഭയ്ക്ക് കൊടുത്ത പുള്ളി പിന്നെ ശീലാന്തിയിലേ കളിക്കുള്ളൂ. പുള്ളിയാ പിന്നെ സഭ നിയന്ത്രിക്കുന്നേ. നമ്മൾ ചോദിക്കും ഇതാരാ, അത് സഭയ്ക്ക് സ്ഥലം കൊടുത്താ ചാന താഴെ ഇരിക്കുകയല്ല. ഇല്ലല്ല, പുള്ളി മേളി ഇരുന്ന് ചരട് പുള്ളിയുടെ ഇല്ല. മിണ്ടുന്നില്ലല്ലോ ആരും. അല്ല മിണ്ടണ്ട, എന്തിനാ വെറുതെ മിണ്ടണ്ട. ദൈവത്തിന് ആരുടെയും വസ്തു വേണ്ട, ദൈവത്തിന് ആരുടെയും പൈസയും വേണ്ട, ദൈവത്തിന് ഭൗതിക വസ്തുക്കളും വേണ്ട. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി നിന്നെ ദൈവത്തിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവേ, ഇന്ന് രാത്രി എന്നെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. എന്നെ അങ്ങോട്ട് തരികയാ. അവിടുത്തെ തിരികിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് ആര് സമർപ്പിച്ച് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കും. കർത്താവിന് മഹത്വം. അപ്പോൾ ദൈവസ്നേഹം ഒരു വ്യക്തിക്കിടെ അകത്ത് വന്നാൽ കൊടുക്കാൻ തോന്നും. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കൽപ്പന ദൈവസ്നേഹമാണ്. എന്നാൽ ഇവിടെ സഭാപ്രസംഗം കേട്ട പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുക, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ദൈവകൽപ്പന പ്രമാണിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പന അംഗീകരിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പന ആചരിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു ദോഷവും വരികയില്ല. നിങ്ങൾ ആ പുസ്തകം പഠിച്ച് ദൈവകൽപ്പന, ദൈവാലോചന അനുസരിച്ചവർക്കെല്ലാം വിടുതലുണ്ടായിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കാം. വായിച്ച് അറിവുള്ള ഭാഗമാ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 50-51 തിരുവെടുത്തൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 50-51 തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മൈക്കിക്കൂടെ. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അന്ന് തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. ഒന്നുകൂടെ വായിച്ചു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. മതി. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇവിടെ വായിക്കുന്നത് യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ഇതിന്റെ പശ്ചാത്തല ഭാഗം ദൈവമക്കൾക്കറിയാം. വിശേഷിച്ച് കർത്താവിന്റെ ദാസന്മാർ ഇതൊക്കെ നന്നായിട്ട് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നവരുമാ. അതുകൊണ്ട് എന്തെങ്കിലും അപാകത വന്നാൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കണം. മറ്റുള്ളവരെ കൂടെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. എന്തുവാ കൽപ്പിച്ചത് വിസ്തരിക്കാൻ സമയമെടുക്കുന്നില്ല. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായി പാർക്കുക. യോസെഫിന്റെ കാലത്ത് ഇവർ മിസ്രയീമിലെത്തി. ഗോശേൻ ദേശം അവകാശമായി കിട്ടി. 70 പേര് മിസ്രയീമിലെത്തി. അവരന്ന് ആൾ ചുരുങ്ങിയവരെന്നാ സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്. പക്ഷെ ദൈവം ഈ ജനത്തെ വർദ്ധിപ്പിച്ചു. പീഡ വർദ്ധിക്കും തോറും ജനം വർദ്ധിച്ചു വരികയാ. ഒടുവിൽ ഇവരെ അറിയാത്ത ഒരു രാജാവ് മിസ്രയീമിൽ എഴുന്നേറ്റു. ശക്തമായ പീഡ അഴിച്ചുവിട്ടു. ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോല് കൊടുക്കാനായി ഇവരുടെ ജീവനെ മിസ്രയീമിൽ കൈപ്പാക്കി. വളരെ പ്രയാസപ്പെട്ടപ്പോൾ ഇവർ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം ഇവരുടെ നിലവിളി കേട്ടു, കഷ്ടത കണ്ടു. ഇവരെ ഉദ്ധരിക്കുവാൻ സർവജ്ഞനായ ദൈവത്തിന് തിരികിതമുണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ഈ മോശയെ ദൈവം വിളിക്കുന്നതുമൊക്കെ പ്രത്യേക നിലയില്ല. ദൈവത്തിന് സ്തോത്രം. മുളുപ്പറപ്പ് തീ കൊണ്ട് കത്തുന്നു, ചാമ്പലാകുന്നില്ല. ഈ കാഴ്ച കണ്ട മോശ അത്ഭുതപ്പെട്ടു പോയി. തമ്പുരാൻ പറഞ്ഞു, ഇനി കയറി വരാൻ പറഞ്ഞു. കയറി ചെന്നു. കയറി അങ്ങോട്ട് എന്ന് പറഞ്ഞു, കാലേ കിടക്കുന്ന ചെരുപ്പ് അഴിച്ചു ദൂരെ കളയാൻ പറഞ്ഞു. മോശ ചെരുപ്പ് അഴിച്ച് അങ്ങ് എറിഞ്ഞു.
അതെന്തിനാന്ന് ചോദിച്ചാൽ പിന്നീട് നമുക്ക് മനസ്സിലാകും. മേളിൽ ചെന്നപ്പോൾ തമ്പുരാൻ ചോദിച്ചു കയ്യിൽ എന്തുവാന്ന് ചോദിച്ചു. കയ്യിലൊരു വടി താഴെ ഇടാൻ പറഞ്ഞു. താഴോട്ടിട്ടപ്പോൾ പാമ്പ്. മോശ ഓടി. ഇപ്പം സ്പീഡിൽ ഓടാൻ ഒക്കത്തില്ല. കാരണം തമ്പുരാൻ അറിയാം ഇവൻ ഓടുന്ന ടൈപ്പാണ്. അതിനാ നേരത്തെ ചെരുപ്പടിച്ച് ദൂരെ കളഞ്ഞത്. ചെരുപ്പുണ്ടെങ്കിൽ ഇവൻ ഓടും. ഉഷ പോലും ഇവൻ്റെ ഒപ്പം ഓട്ടത്തിൽ വിരുദ്ധനാ. കാരണം മിസ്രൈമിനെ അടിച്ചു കൊന്ന ഒറ്റ ഓട്ടം ഓടി മിദ്യാനിയാണ് വന്ന് നിന്നത്. അപ്പോൾ ഓട്ടത്തിന് നമ്പർ 1 അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തമ്പുരാൻ കണ്ട ഉടനെ പറഞ്ഞ് ചെരുപ്പം കളഞ്ഞേക്കാൻ പറഞ്ഞു. പടി താഴോട്ടിട്ടപ്പം പാമ്പ്. ഓടണ്ട പാമ്പിനെ പിടിക്കാൻ പറഞ്ഞു. എവിടാ പിടിച്ചത്? വാലെ പിടിച്ചു. പാമ്പിൻ്റെ വാലെ പിടിച്ചു പൊക്കി. അപ്പം വാലിൻ്റെ ഭാഗം മേളിലും തലയുടെ ഭാഗം താഴെ. അപ്പം വടിയായി. അപ്പം തലയുടെ ഭാഗം താഴെ, വാലിൻ്റെ ഭാഗം. അങ്ങനെ ആ വടി പിടിക്കേണ്ടത്. പക്ഷേ പലരും നേരെ തിരിച്ചായി ഇപ്പം പിടിക്കുന്നത്. മനസ്സിലായില്ല. പിന്നെ പിടിച്ചാൽ മതി. അപ്പം എന്തായാലും കൊള്ളാം. മോശ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ദൈവം മോശയെ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുക. തമ്പുരാനോട് മോശ പറഞ്ഞു ഞാൻ പോകാൻ ഒക്കത്തില്ല, തടിച്ച നാവും വിക്കനുമൊക്കെയാണ്. വിക്കന ഈ മോശയെ പറ്റി പറയുന്നത് ജനിച്ചപ്പം വിക്കില്ലായിരുന്നെന്നാ. വിക്കില്ലായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു ജനിച്ചപ്പം വിക്കില്ലായിരുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞേ പിന്നെ വിക്കുന്ന. ഏതാണ്ട് അതിനാ സാധ്യത. കാരണം അപ്പോസ്തല പ്രവൃത്തി 7:22 മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായെന്ന. അപ്പം ജനനത്തിലും വളർച്ചയിലും വലിയ വിക്ക്, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥന. പിന്നെ വിക്കുണ്ടായത് കല്യാണം കഴിഞ്ഞേ പിന്നെ എന്നാ ചിലരുടെ വാദം ഏതാണ്ട് ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം അടിച്ചു കൊന്നേ ചോടി ചെന്ന് സിപ്പോറയെ കെട്ടി. ദത്ത്. അപ്പം ദത്തായതുകൊണ്ട് പുള്ളിയാന്ന് എല്ലാത്തിനും കയറി ഏക്കുന്ന ആളാണ്. അപ്പം ദത്ത് നിൽക്കിയായതുകൊണ്ട് ആ വീട്ടിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ പുള്ളി കയറി പറയാൻ പറ്റും. അപ്പച്ച എന്ന് പറഞ്ഞാൽ അമ്മായിപ്പം പറയും ഞാനിവിടെ ഉണ്ട്, നീ ദത്തല്ലേ. പിന്നെ ഇവൻ എന്തെങ്കിലും പറയാൻ സിപ്പോ എത്രയാന്ന് പറഞ്ഞാൽ ദത്ത് നിന്നാൽ അതിൻ്റെ ക്ഷീണമുണ്ട്. ദത്ത് നിൽക്കുന്നവർ പിണങ്ങി പോകണ്ട, അവിടെ നിൽക്കേ, അതിൻ്റെതായ ക്ഷീണമുണ്ട്. അപ്പം ഈ എന്തെങ്കിലും പറയുമ്പോൾ ഇവർ വില ഇങ്ങനെ ഇങ്ങനെ വിൽക്കായെന്ന ആയിക്കോട്ടെ. എന്തായാലും അവനെയും ദൈവം തെരഞ്ഞെടുത്ത് വെച്ച് പറഞ്ഞു നീ ഫറവോന്റെ അടുക്ക ചെല്ലണം, എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാൻ കൽപ്പിക്കണം. അപ്പോൾ ദൈവം തമ്പുരാനോട് മോശ ചോദിച്ചു, സ്തോത്രം, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഫറവോൻ ചോദിക്കും ആരാ നിന്നെ വിട്ടെന്ന്. അപ്പം പറയും ദൈവം വിട്ടെന്ന്. അപ്പം പുള്ളി ന്യായമായിട്ട് ചോദിക്കും നിങ്ങളുടെ ദൈവത്തിൻ്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പം പേര് പറയണമല്ലോ. അപ്പം തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനാകുന്നവൻ അങ്ങനെ അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാനാകുന്നവൻ ഞാനാ. ഇത് ഫറവോനോട് പറയണം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഒരു ചെറിയ ചിന്ത പറയാം. ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിൻ്റെ അർത്ഥം ഇതാ. ഇപ്പോൾ ഉദാഹരണമാ. ഭാര്യയും ഭർത്താവും മക്കളും ജീവിക്കുന്നു. ഭർത്താവ് ദൂരയാത്ര പോയി അല്ലെ ജോലിക്ക് പോയി ഒത്തിരി താമസിച്ചാ വരുന്നത് എന്ന് കരുതുക. പഴയ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇന്നല്ലേ കറണ്ടുമൊക്കെ സുലഭമായത്. റാന്തല വിളക്ക് കത്തിച്ച് തിരിയൊക്കെ താഴ്ത്തി അമ്മ കാത്തിരിക്കുക ഭർത്താവിനെ, അപ്പനെ. മക്കളൊക്കെ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നു. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക, ഉറക്കളച്ചിരിക്കുക, അല്ലെ ചെറുതായിട്ടൊന്ന് മയങ്ങിയെന്നും വിചാരിച്ചു. അപ്പോൾ പാതിരാത്രി ആയപ്പോൾ അപ്പം വന്നു. ഒന്നേ കതകെ മുട്ടി. ഇപ്പോഴാന്നേ കോളിംഗ് ബെല്ലുണ്ട്. പണ്ടൊക്കെ കതകെ മുട്ടുമ്പോൾ അകത്തിരുന്ന് അമ്മ ചോദിക്കും ആരാ? പേടിച്ചാലും ശബ്ദം കൂടും, ധൈര്യം ഉണ്ടെങ്കിലും ഉണ്ട്. പിന്നെ അത് ശബ്ദം കേൾക്കുമ്പോൾ അറിയാം പേടിച്ചാന്നോ ധൈര്യത്തിൻ്റെ ആണോ എന്ന്. അത് ട്യൂണിങ്ങിൽ അറിയാം. ആരാ? ഉടനെ അപ്പൻ തിണ്ണെന്ന് പറയാ ഞാനാ. ഉടനെ അകത്തിരുന്ന് അമ്മ ചോദിക്കുക ഏത് ഞാൻ? അങ്ങനെ എങ്ങാനും നീ ചോദിച്ചാൽ പുള്ളി ആരാന്ന് വെളുക്കുന്നതിന് മുന്നേ നീ അറിയും. കാരണം കൂടെ താമസിച്ച കുഞ്ഞുഞ്ഞ്
10-30 കൊല്ലമായിട്ട് കൂടെ താമസിച്ച കുഞ്ഞുഞ്ഞ് രാത്രി വന്ന് തിണ്ണേ നിന്ന് ഞാനാന്ന് പറയുമ്പം കുഞ്ഞന്നാമ്മ അകത്തിരുന്ന് ചോദിക്കുക, ഏത് ഞാനെന്ന് അങ്ങാനും ചോദിച്ചാൽ കുഞ്ഞു ഞാനാന്ന് കുഞ്ഞന്നാമ്മ. ഇത് തന്നെ അവിടെയും പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ, എടാ പറവോനെ, സത്യദൈവത്തെ ഭജിക്കുവാനും ആരാധിക്കുവാനും ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനും സ്നേഹിപ്പാനും ഭജിപ്പാനും നീ ഈ ജനത്തെ വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോവുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, സത്യാരാധനയ്ക്കും ദൈവാരാധനയ്ക്കും തടസ്സമായി, അത് ദേശത്താകട്ടെ, കുടുംബത്തിലാകട്ടെ, ചാർച്ചയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ആര് എതിർത്താലും കയർത്താലും ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് അരുളി ചെയ്ത സർവജ്ഞനായ ദൈവം ആരാണെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഇതൊക്കെ മോശ പറഞ്ഞു. ഈ പ്രാരംഭത്തിൽ ജനത്തെ ആരാധനയ്ക്ക് വിട്ടുതരാൻ പറഞ്ഞിട്ട് പറവം കൊടുക്കുന്നില്ല. ഓരോരോ ബാധ ദൈവം അയച്ചു, പല ബാധ അയച്ചു. ഞാൻ എപ്പോഴും പറയും പല ബാധ. അതിലൊരു ബാധയാ തവള. ഇന്നാളെ ഞാൻ ഓർപ്പിച്ചത് തവളയെ കൊണ്ടങ്ങ് പൊറുതിമുട്ടി. തോട്ടിലും കായലിലും സമുദ്രത്തിലും കുളത്തിലും നൈൽ നദിയിലും ഒക്കെ കിടന്ന തവള കരക്കോട്ട് കയറി ശല്യം ഉണ്ടാക്കി. മിസ്രൈൻ ദേശം മുഴുവൻ തവളയെ കൊണ്ട് പൊറുതിമുട്ടി. ബെഡ്റൂമിൽ തവള, ബെഡ്റൂമിൽ കയറിയെന്ന പറവോന്റെ പള്ളിയറയ്ക്കകത്ത് കയറിയെന്ന ബെഡ്റൂമിൽ തവള, അടുപ്പി തവള, കലത്തി തവള, സിംഹാസനത്തിൽ കസേര ചെന്ന അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടും. നമ്മൾ ഓർക്കും തവളയാ, ഇത് തവളയാ, ആത്മാവല്ല. അങ്ങരിക്കുമ്പോൾ ഞെട്ടുന്ന കണ്ടിട്ടില്ലേ, അത് തവളയാ. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരനക്കവുമില്ല, അങ്ങരിക്കുമ്പോൾ അത് തവളയാ. അപ്പൊ ഈ തവളയെ കൊണ്ട് കണ്ടമാനം പൊറുതിമുട്ടി. തവളയെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ പറവോൻ പറഞ്ഞു, നമുക്കൊരു യോഗം വെക്കണം. അതിനാ തവള. ആരെ വിളിക്കണം? ആ മോശ ഉപദേശിയെ വിളിക്കാൻ പറഞ്ഞു. ആള് വിട്ടു മോശയ്ക്ക്. എൻ്റെ ചിന്ത, മോശ ആശയോട് ഓടി വന്ന് ആട്ടെ ഈ കൈക്കെങ്കിലും പുള്ളി രക്ഷിക്കപ്പെടുമല്ലോ. മോശ ആഗ്രഹത്തോടെ വന്ന് ചോദിച്ചു, എന്നെ വിളിച്ചേ എന്നാ? പുള്ളി പറഞ്ഞു, തവള മാറാൻ പ്രാർത്ഥിക്കാം. എന്നിട്ടും രക്ഷിക്കപ്പെടാൻ താല്പര്യമില്ല, കൃപയിൽ വരാൻ താല്പര്യമില്ല, തവള മാറാൻ പ്രാർത്ഥിക്കണം. മോശം ചിന്തിച്ച് കാണും, ഏതായാലും വന്നു പോയി, തവളയാന്നേ തവള, പേനാന്നേ പേൻ. അപ്പം മോശ ചോദിച്ചാട്ടെ, ഈ തവള എപ്പോൾ പോകണം? ടൈം. ഉടനെ പറവൻ പറയാ, നാളെ പോയാൽ മതിയൊന്ന്. അങ്ങനെ എഴുതിയേക്കണം, നാളെ. അപ്പം പിന്നെ ഇന്ന് തവളയുടെ കൂടെ. വിടുതൽ പ്രാപിക്കേണ്ടവൻ നാളെ നല്ല പറയേണ്ടത്. ഇന്ന് രാത്രി സുപ്രസാദ കാലമാണ്, ഈ രാത്രി രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും ഒരുവൻ നിത്യതയിൽ എത്തത്തില്ല, രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അപ്പൊ ഈ തവള മാറാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ടും മാനസാന്തരമില്ല. ഒടുവിൽ ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. ഒടുവിലത്തെ ബാധ സംഹാരബാധയാ. ഈ സംഹാരബാധയുടെ രീതി, പ്രകൃതി ആദിജാതന്മാരെ തകർത്ത് കളയാൻ പോകുക. ഏത് വീട്ടിൽ ആദിജാതന്മാരുണ്ടോ അവർ മാറ്റപ്പെടും. അപ്പോൾ ആദിജാതന്മാർ മാറ്റപ്പെടും. എന്നാൽ ഒരു പ്രമാണം, ഒരു കൽപ്പന കൊടുത്തു. ആദിജാതന്മാർ സംഹാരബാധയാൽ നശിച്ചു പോകാതിരിക്കാൻ ഒരു കൽപ്പന ദൈവം കൊടുത്തു. ആമേൻ. ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം. ആബീബ് മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. ആ 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് അത് 14-ാം തീയതി സന്ധ്യാസമയത്ത് ആട്ടിൻകുട്ടിയെ അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടലക്കാർ രണ്ടിലും കുറുമ്പടിമേലും പുരട്ടണം. കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കയ്പ് ചീരയോടുകൂടെ പുളിപ്പില്ലാത്ത അപ്പവും കൂടെ കൂട്ടിപ്പിടിച്ച് ഇതിനെ ഭുജിക്കണം. അന്ന് രാത്രി ആരും വെളിയിലിറങ്ങരുത്. കാരണം സംഹാരദൂതൻ അന്ന് രാത്രി ഓരോ ഭവനങ്ങളിലും ആമൻ പ്രവേശിക്കാൻ പോകുക. എന്നാൽ ഈ കൽപ്പന അനുസരിക്കുന്നത് ഏത് കൽപ്പന? കുഞ്ഞാടനെ അറുത്ത് ചോരത്തില ആചരിക്കുന്ന ഒരു കുടുംബത്തിൽ പോലും സംഹാരകൻ കയറത്തില്ല, ഒരു കുടുംബത്തിൽ പോലും സംഹാരകൻ തൊടത്തില്ല. ആമൻ. ഈ കൽപ്പന കർക്കശമായിട്ട് നിങ്ങൾ ആചരിക്കണം. എന്തിനേറെ ഇസ്രായേൽ മക്കൾ മുഴുവൻ ദൈവം പറഞ്ഞ ഈ കൽപ്പന അനുസരിച്ചു. വീടൊന്നിന് ഒരു ആട്ടിൻകുട്ടി.
സാധാരണ കണക്ക് പറയുന്നത് 6,33,351 ആട്ടുകൊറ്റനെ വേർതിരിച്ചെന്ന. കാരണം സംഖ്യാപുസ്തകത്തിൽ കുടുംബത്തിന്റെ ലിസ്റ്റ് ഇടുമ്പോൾ ഈ വിധത്തിൽ കണക്കുണ്ട്. വീടൊന്നിനൊരു ആട്ടിൻകുട്ടിയുടെ യോഗ്യത കൊണ്ട് കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കാനും വേർതിരിക്കാൻ പ്രമാണമില്ല. ആ ആട്ടിൻകുട്ടിക്ക് യോഗ്യത കൊണ്ട് വായിച്ച് ആട്ടിൻകുട്ടിയുടെ യോഗ്യത പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. ആട്ടിൻകുട്ടിയുടെ യോഗ്യത പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വായിര്. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി. എവിടെ? 12-ന്റെ 5. ഏത് പുസ്തകം ഇത്? പുറപ്പാടാ? എന്റെ കൂടെ യാക്കോസ് മാസ്റ്റർ വായിര്. 12-ന്റെ 5 പുറപ്പാട്. ആട്ടിൻകുട്ടി അല്ല, അതും കുഴപ്പമില്ല. വേറെ പുസ്തകത്തിൽ നിന്നാ വായിച്ചു, അത് കുഴപ്പമൊന്നുമല്ല. ഇത് വായിച്ചു. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കും. 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. പിന്നെ അത് ചെമ്മരിയാടോ കോലാടോ? ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കറിയാം. അറിയാത്തവരുടെ അറിവിന് പറയുക, ഈ ആട്ടിൻകുട്ടി ആരാന്ന് ചോദിച്ചാൽ ഇത് യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ട് നിൽക്കുക. ധന്യനായ പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അവൻ മിസ്രയീം ദേശത്ത് ആബീബ് മാസം 10-ാം തീയതി വേർതിരിക്കപ്പെട്ട ഒരു ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടിയെ അവൻ യേശു ക്രിസ്തുവിന്റെ നിഴല കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ സങ്കോചം കൂടാതെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞാട്, ഈ വേർതിരിക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ നിഴല. എന്തുവാ കുഞ്ഞാടിന്റെ യോഗ്യത? ഊനമില്ലാത്തതും ആണുമായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്ത, പാപമില്ലാത്ത പരമവിശുദ്ധനായ ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവൻ എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു, യേശുവിലൊരു കുറ്റവും കണ്ടില്ല. അവൻ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കൊണ്ട് കഴുകി വെച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കമില്ല. അവൻ നീതിയോടെ ജീവിച്ചവനായ യേശു. അവൻ പീലാത്തോസിന്റെ ഭാര്യ ദർശനത്തിൽ വിവശതയുണ്ടായി വന്ന് പറഞ്ഞു, എല്ലാരെയും അവനെ വിധിക്കുന്നത് പോലെ ആ നീതിമാന ദോഷമായിട്ടൊന്നും പറഞ്ഞേക്കരുത്. അവന്റെ ഭാര്യയും പ്രസ്താവിച്ചു, യേശു നീതിമാനാ. ക്രൂശിൽ കിടന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ മറ്റവനെ ശാസിച്ചു മുണ്ടാതിരിയടാന്ന് പറഞ്ഞ് ആണി കയറിയിട്ട് ഒതുങ്ങുന്നില്ലല്ലോ. നീ അങ്ങനെ എഴുതിയിട്ടില്ല. ആശയമതാ ഇല്ലേ? അല്ല, ആണി കയറിയിട്ട് ഒതുങ്ങാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട് ഇല്ലേ? വെള്ളപ്പൊക്കം വന്നു, ഒതുങ്ങിയോ? ആ പൊങ്ങിയ സമയത്ത് ദൈവമേ എന്നൊക്കെ വിളിച്ചതല്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇരട്ടി ശക്തിയോടാ വന്നത്. കോവിഡിന്റെ സമയത്ത് കോവിഡ് വന്നിട്ട് ഒതുങ്ങി, ആണി കയറി കോവിഡ് വന്നിട്ട് ഒതുങ്ങിയോ? മിണ്ടുകയില്ല, ഒതുങ്ങിയില്ല. അന്നേരം ഉപവാസവും പ്രാർത്ഥനയും ചെയിൻ പ്രയറും പിന്നെ കുടുംബത്തിലുണ്ട്. കുടുംബക്കാർ തമ്മിൽ അതിനെന്നാ പറയുന്നത്, വാട്സപ്പ് കൂട്ടായ്മ ഭയങ്കരമാണ്. ഒന്നിനൊന്നിനെ കണ്ടും കൂടാ. ഒതുങ്ങുന്നില്ലല്ലോ. ആണി കയറിയിട്ട് ഒതുങ്ങുന്നുണ്ടോ? മിണ്ടുന്നില്ല. മിണ്ടുകയില്ല. അങ്ങനെ മിണ്ടാനാ? എത്ര വട്ടം ആണി കയറി? ക്യാൻസറാ നിനക്ക് സൗഖ്യം വന്നത്, യേശു സൗഖ്യമാക്കി. ഒതുങ്ങുന്നുണ്ടോ? ബ്രെയിൻ ട്യൂമറിൽ നിന്നാണ് ദൈവം നിന്നെ വിടിവിച്ചേ. എന്നിട്ടും സ്വഭാവത്തിന് വലിയ വ്യത്യാസം കാണുന്നില്ലല്ലോ. മരണകരമായ വിപത്തിൽ നിന്നാണ് യേശു നിന്നെ രക്ഷിച്ചത്. അതിന് തക്കവണ്ണം മഹത്വം കരേറ്റിയാണോ പലരും ജീവിക്കുന്നത്? ഒതുങ്ങുന്നില്ലല്ലോ. ഈ വരുമ്പോൾ ഒരു ചെറിയ പ്രയാസം ഉണ്ടെന്നേ ഉള്ളത്, കഴിയുമ്പോൾ ഇരട്ടി ശക്തിയോടാ. കോവിഡിന് എന്ത് ബുദ്ധിമുട്ടി ഇല്ലേ? എന്ത് ബുദ്ധിമുട്ടി. സ്വന്തം ഭാര്യ പടഞ്ഞു മരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ ഇരുന്ന് കാണുക, ഒരു അന്ത്യചുംബനം കൊടുക്കാൻ പോലും ഒക്കുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഒതുങ്ങുന്നുണ്ടോ? വേറെ കല്യാണം കഴിച്ചു, അത് വേറൊരു വിഷയം. ഒതുങ്ങുന്നില്ല അല്ലേ? എത്ര വട്ടം ആശുപത്രി പോയി? മിണ്ടാൻ ഒക്കുന്നുണ്ടോ? കൈ കൊടുക്കാൻ ഒക്കുന്നുണ്ടോ? ഇല്ല, ഒതുങ്ങുന്നില്ലല്ലോ. ഇതൊക്കെ വന്നിട്ടും പഠിക്കുന്നില്ല. അട ഞാൻ വിവരിക്കുന്നില്ല. ആ ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞു മിണ്ടാതിരികടാന്ന് പറഞ്ഞ് ആണി കയറിയിട്ട് നീ ഒതുങ്ങുന്നില്ല. എടാ, നമ്മൾ പാപം ചെയ്ത് തെറ്റ് ചെയ്തിട്ടായി ക്രൂശിൽ കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരനും സാക്ഷിച്ചു, അവിടുന്ന് നീതിമാനാ.
വഴി നടന്നു പോയ ശതാധിപനും നോക്കി നിന്നവരെല്ലാം പറഞ്ഞു അവിടുന്ന് നീതിമാനാ. കാരണം അവിടുത്തെ തിരുമരണ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, പാരി ഇളകി, ദൈവാലയത്തിൻ്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് രണ്ടായിട്ട് ചീന്തി. ദൈവത്തിന് മഹത്വം. ആ കല്ലറകൾ തുറന്നു, പലരും പ്രത്യക്ഷപ്പെട്ടു എന്ന് വേണ്ട. അണ്ടകടാകം മുഴുവൻ വല്ലാത്ത സ്ഥിതിയായി. ഭൂമി ഇളകി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് കൂരിരുട്ടായി. ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ നോക്കി നിന്നവരെ പറഞ്ഞു വാസ്തവമായിട്ട് ഇവൻ നീതിമാനാ. അങ്ങനെ എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയ പരമവിശുദ്ധനാ ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ശൂന്യകാരി പറഞ്ഞു ഇവനത്രേ എൻ്റെ പ്രിയൻ, എൻ്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവിടുന്ന് 10,000 ശ്രേഷ്ഠൻ. എല്ലാവരുടെയും കൂടെ യേശുവിനെ കയറ്റി വെക്കരുത്. യേശു എല്ലാവരിലും വ്യത്യസ്തനാ. സ്തോത്രം. യേശുവിനെ തുലനപ്പെടുത്തുവാൻ വേറെ ആരെ കൊണ്ട് ഒക്കത്തില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല. അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. TK ശൗമേൽ സാറ് പാടിയൊരു വരിയുണ്ട്, ഇത്ര മഹാനായി ഉത്തമനായ ഒരുത്തൻ ഉലകിലില്ലെന്ന. കലുഷത ലേശം കാണുന്നില്ല മനുഷ്യനിൽ എന്തുര ചെയ്തെന്ന. കലുഷത ഇല്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ആ ക്രിസ്തുവിന് നടല ഈ കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ ഇറത്ത് ചോരത്തളി ആചരിക്കണം. നിങ്ങൾക്കറിയാം, വിവരിക്കുന്നില്ല. ഇസ്രായേൽ മക്കളെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞാടനെ അറത്തു. അതിന്റെ രക്തമെടുത്ത് കട്ടളക്കാരണ്ടിലും കുറുമ്പടി മേലും പുരട്ടി. അന്ന് രാത്രി കൽപ്പന അനുസരിച്ചവർക്ക് മിസ്രയീമിൽ നിന്ന് ദൈവം ഒരു പുറപ്പാടും കൊടുത്തു. സംഹാരബാധയിൽ നിന്ന് അവരെ ദൈവം രക്ഷിച്ചു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. എന്നാൽ ദൈവകൽപ്പന പ്രമാണിക്കാതെ, കുഞ്ഞാടനെ അറക്കാതെ, ചോരത്തളി ആചരിക്കാതെ പിടിവാശിയോടിരുന്ന കുടുംബങ്ങളിൽ സംഹാരകൻ കയറി താണ്ഡവ നൃത്തമാടി ആദിയാതന്മാർ പടുപടപടപടാന്ന് മരിച്ചു വീണപ്പോൾ കൽപ്പന പ്രമാണിച്ച കുടുംബങ്ങളിൽ ജയത്തിന്റെ പാട്ടുയർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവകൽപ്പന പ്രമാണിച്ചാൽ, ദൈവകൽപ്പന അനുസരിച്ചാൽ, ഒന്ന് സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കും. ഒരു പക്ഷേ മാറാരോഗമായിരിക്കും, തീരാവ്യാധിയായിരിക്കും, കുടുംബത്തിന്റെ ശാപമാണെന്നൊക്കെ ചിലർ പറയും, പാരമ്പര്യത്തിന്റെ ശാപമാണെന്ന് പറയും. അതൊന്നും തർക്കിക്കാൻ ഇപ്പൊ ഞാൻ ആളല്ല. എന്തുമാകട്ടെ, ഏത് ശാപമാകട്ടെ, ഏത് കുടുംബദോഷമാകട്ടെ, ഏത് പാരമ്പര്യ വിഷയമാകട്ടെ, ഏത് പാരമ്പര്യ കാര്യങ്ങളാകട്ടെ, അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഒന്ന്, ദൈവകൽപ്പന പ്രമാണിച്ചാൽ സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ചടിചടാന്ന് 1-2 വാക്യം കൂടെ വായിച്ച് നമുക്ക് വേഗത്തിൽ അങ്ങ് നിർത്താം. ദൈവത്തിന് സ്തോത്രം. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഒന്ന്, ദൈവകൽപ്പന പ്രമാണിച്ചാൽ സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ രക്ഷിക്കും. സംഖ്യാപുസ്തകം വായിക്കേണ്ട 33 ചേർത്ത് വായിച്ചാൽ കൽപ്പന പ്രമാണിക്കാത്തവൻ്റെ വീട്ടിൽ ശവസംസ്കാരം നടക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ. എന്നാൽ കൽപ്പന പ്രമാണിച്ചവര് ജയത്തിൻ്റെ പാട്ട് പാടി മുൻപോട്ട് യാത്ര ചെയ്തു. കാരണം സംഖ്യാപുസ്തകം 33 അധ്യായത്തിൽ അങ്ങനെ മിസ്രയീമിലെ ശവോടക്ക് നടത്തുകയായിരുന്നെന്ന. പിറ്റേന്ന് 15-ാം തീയതി ഇവർ ശവോടക്കിന് പന്തൽ വിട്ട് പാട്ടുകാരെ വിളിച്ചു, പെട്ടി മേടിച്ച് പോസ്റ്റും ഒക്കെ അടിച്ച് സ്വോത്രം എല്ലാവരെയും ആളെയൊക്കെ കൂട്ടി കറുത്ത തുണിയെല്ലാം വലിച്ചു കെട്ടി, ഉള്ള പോസ്റ്ററെല്ലാം കറുത്ത തുണിയും കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ കൽപ്പന പ്രമാണിച്ചവർ ജയത്തിൻ്റെ പാട്ട് പാടി മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവകൽപ്പന പ്രമാണിച്ചാൽ സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. ഓടിച്ചു പോകാം പെട്ടെന്ന്. 2, ദൈവകൽപ്പന പ്രമാണിച്ചാൽ എന്തോ സംഭവിക്കും. ഒന്ന് വായിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. പെട്ടെന്ന് വായിക്കാം, പെട്ടെന്ന്. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ഒരു ചെറിയ ബാലന്റെ ദേഹം പോലെ ആയി. രണ്ടാമത് വിസ്തരിക്കണ്ട. രണ്ടാമത്തെ വിഷയം, ദൈവകൽപ്പന പ്രമാണിച്ചാൽ സ്തോത്രം നിനക്ക് രോഗശാന്തി ഉണ്ടാകും. സ്തോത്രം, രോഗശാന്തി. പക്ഷെ രോഗശാന്തി ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ വിഷയം മുങ്ങണം.
മുങ്ങും. ഇന്ന് യോഗത്തിന് വന്ന് മുങ്ങിയതാ. ഇനി അടുത്ത കാലത്തൊന്നും ആ മുങ്ങലല്ല. പുള്ളി പണ്ട് നമ്മുടെ ഒരു യോഗത്തിന് വന്നതാ, അന്ന് മുങ്ങിയതാ. പിന്നെ ഇന്ന് ആ പുള്ളിയെ അങ്ങനെ മുങ്ങുന്ന കാര്യമല്ല പറഞ്ഞു. ഇവിടെ ദൈവകൽപ്പന പ്രമാണിച്ചാൽ രോഗശാന്തി ഉണ്ടാകും. വിഷയം വിസ്തരിക്കേണ്ട, ചരിത്രമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അരാം സൈന്യത്തിന്റെ സേനാപതി നയമാന. ആള് പരാക്രമശാലിയാന്നേലും കുഷ്ഠരോഗിയാ. അങ്ങനെ 5-1 വായിച്ചോ 5-1 പെട്ടെന്ന് മടക്കി വെക്കുകയാണോ, നമ്മൾ പോകാൻ പോവാന്നോ? വായിച്ചോ. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാനിനുമായി എണ്ണി. അടുത്തത്, അവൻ പരാക്രമശാലി, ഇവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗി. അങ്ങനെ ചില കുഴപ്പടിയുള്ള ആൾക്കാരുണ്ട്. എങ്കിലും പുള്ളി കുഷ്ഠരോഗിയാ. നമ്മൾ പറയല്ലേ, അയ്യോ ഉപദേശമാരെയൊക്കെ പുള്ളി ബഹുമാനിക്കുക, എങ്കിലും മുങ്ങുകയല്ല. പുള്ളി ഈയിടെ സഭയ്ക്ക് 10 കസേരയൊക്കെ മേടിച്ചു തന്നു, എങ്കിലും സഭായത്തിന് വരികയല്ല. പുള്ളി സഭയുടെ സെക്രട്ടറിയാ, എങ്കിലും കൈയടിക്കുകയും പാടുകയൊന്നുമില്ല. ജോർജാൻ സഭയുടെ മെയിൻ ആളാ, എങ്കിലും അല്പം വീശും. എങ്കിലും അമ്മാമ സഹോദരിമാരുടെ മെയിൻ ആളാ, എങ്കിലും നോണ പറയും. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എങ്കിലും തന്നെ ഒരു പ്രസംഗമാണ്. അത് പറഞ്ഞാൽ ഇനി ഇന്ന് പോയി പറ്റുണ്ടാകുകയില്ല. അപ്പം ഇവിടെ നയമാൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയാ. ഇത് പാപത്തിന്റെ കുഷ്ഠത്തിനും കൂടെ നിഴലാ. പരാക്രമമാ. നിനക്ക് ഒത്തിരി പരാക്രമമുണ്ട്, നീ മിടുക്കനാ, കുടുംബത്തിൽ ഉന്നതനാ, സമ്പത്തുണ്ട്, അവന് ചുറ്റുപാടുണ്ട്, മക്കളുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, ആരോഗ്യമുണ്ട്, കരുത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും നീ പാപത്തിലാ ജീവിക്കുന്നത്. ഇന്ന് രാത്രി ആ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും വിടുതലാ. അപ്പൊ ഇവര് എങ്കിലും പരാക്രമശാലി, എങ്കിലും കുഷ്ഠരോഗിയാ. ഇയാൾ ഈ പരാക്രമമൊക്കെ കാട്ടിയാൽ, എൻ്റെ ഭാഷയെ പറയുക, തെറ്റിദ്ധരിക്കുക, നാട്ടിലൊക്കെ വലിയ പരാക്രമശാലി, പോർക്കളത്തിലും പരാക്രമം. കാരണം ഈ സോട്ടും കൂട്ടിവിടുന്നതുകൊണ്ട് കുറ്റം അറിയത്തില്ല. പക്ഷെ വീട്ടിൽ വന്നാൽ തള്ളയെ അകത്ത് കയറ്റുകയല്ല. മനസ്സിലായി കാണും. സഭയിലൊക്കെ ഉപദേശിമാരെ കിടുകിട പറപ്പിക്കുന്ന അച്ചായന്മാരുണ്ട്. വീട്ടിൽ വന്നാൽ പൂച്ച ഇരിക്കുമ്പോഴല്ല തള്ളയുടെ അടുക്കല്. പാഷന്മാരെ കിടുകിട, പാഷൊക്കെ എന്നെ അറിയത്തില്ല, കൂട്ടാലെ എന്നെ അന്വേഷിക്കണം, കൂട്ടാലെ ബേബി ആരാന്ന്, കൂട്ടാലെ ബേബി. അങ്ങനെ പേരുള്ളവർ ക്ഷമിക്കണം, ഞാനൊരു പേര് പറഞ്ഞതുള്ളൂ, ബേബി എന്നെ കണ്ടുവച്ച് പോകാൻ നിൽക്കരുത്. അപ്പം ചെല്ലങ്ങ് പറയുക, കൂട്ടാലെ ബേബി ഇവിടെ വരുന്ന ആൾക്കാരെ ഞാനാണ്, പക്ഷേ ബേബി അമ്മണിയുടെ മുന്നിൽ തല വയ്ക്കും. പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയ. ഇയാൾക്ക് പെരക്കകത്ത് കയറാൻ ഒക്കുകയില്ല. അപ്പൊ ഇവര് പണ്ട് യുദ്ധത്തിന് പോയപ്പോൾ ഒരു പെങ്കൊച്ചിനെ അടിമ പെണ്ണായിട്ട് കൊണ്ടുവന്ന് വീട്ടു ജോലിക്ക. എന്തുവാ പാസ്റ്റർ പറഞ്ഞ്, ഏതാണ്ട് പറഞ്ഞു കൊടുത്ത് പ്രസംഗം തെറ്റിയെന്നായിരിക്കും. എന്തുവാ പറഞ്ഞേ? എനിക്കും അറിയത്തില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇവര് യുദ്ധത്തിന് പണ്ട് പോയപ്പോൾ ഒരു പെൺകുട്ടിയെ അടിമ പെണ്ണായി കൊണ്ടുവന്നു വീട്ടു ജോലിക്കാൻ. ഇവൾ ഈ വീട്ടിൽ വന്ന് ഈ വീട്ടിലെ സാഹചര്യമൊക്കെ കണ്ടപ്പോൾ ഇവക്ക് മനസ്സിലായി അച്ചായം പരാക്രമശാലിയാന്നേലും പെരക്കകത്ത് കയറാൻ നോക്കുകയല്ല, പാളയത്തിന് വെളിയില്ല, പരുവക്കേടാ. അപ്പൊ ഇവക്കൊരു മനോവേദന. ഇവളൊരിക്കൽ വന്ന് കൊച്ചമ്മയോട് പറഞ്ഞു, കൊച്ചമ്മേ, നമുക്ക് അച്ചായനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. ഉടനെ കൊച്ചമ്മ, എഴുതിയിട്ടില്ലെങ്കിൽ നീ ജോലിക്ക് വന്നെങ്കിൽ ജോലി ചെയ്താൽ മതി, ഞങ്ങളുടെ വീട്ടിലെ കാര്യത്തിലൊന്നും. എന്നാൽ ഇവക്കൊരു സുവിശേഷാത്മാവുണ്ട്. വീട്ടുജോലിക്കാന്ന, വീട്ടുജോലി നല്ല ജോലിയാ, വീട്ടുജോലി ചെയ്യാത്ത തള്ളേക്കാളും നല്ലതാ വീട്ടുജോലിക്ക് വരുന്ന അമ്മാമ്മ. തള്ള ഇങ്ങനെ കസാര നിറച്ചിരിക്കുക, ഒരു ജോലിയും ചെയ്യാതെ. നിന്നിലും നല്ലതാ വീട്ടുജോലി തൂക്കാൻ മാറി കഴിഞ്ഞാൽ തള്ളയാ നല്ലത്. നിനക്ക് ഇച്ചിരി കാശുണ്ടെന്നേ ഉള്ളൂ. മിണ്ടുന്നില്ലല്ലോ. അല്ല, മിണ്ടുകയല്ല, എനിക്കറിയാം മിണ്ടുകയല്ലെന്ന്. ഇവിടെ സുവിശേഷാത്മാവുള്ളൊരു പെൺകുട്ടിയാ. അവൾ പറഞ്ഞു, കൊച്ചമ്മേ, ഞങ്ങളുടെ അവിടെ ഒരു ഉപദേശിയുണ്ട്, പ്രാർത്ഥിക്കുന്ന ഉപദേശി. അച്ചായനെ അവിടെ കൊണ്ടുചെല്ലുകയാണേ, വിടുതൽ കിട്ടും. എന്തായാലും കൊള്ളാം, വിസ്തരിക്കുന്നില്ല. നയമാൻ വന്നപ്പോൾ ഈ തള്ള പറഞ്ഞു, പിന്നെ എവള് പറയുന്ന എവിടെ നാട്ടിൽ പ്രാർത്ഥിക്കുന്നൊരു ഉപദേശിയുണ്ട്, നിങ്ങളുടെ കുഷ്ഠം മാറുമെന്നാണ് അവള്
പറയുന്നത് നമുക്ക് അറ്റ കൈക്കൊന്ന് പോകാം. എന്തായാലും പുള്ളിക്ക് ആഗ്രഹമായി. കഴുതിക്ക് കോപ്പും ഒക്കെ ഇട്ട് സമ്മാനമെല്ലാം എടുത്ത് വേണ്ടപ്പെട്ടവരെയും കൂട്ടി നയമാൻ എലീശായുടെ വീട്ടിലോട്ട് പോവുക പ്രാർത്ഥിക്കാൻ. നല്ല ചിന്തയോടാ പുള്ളി പോകുന്നത്, നല്ല ചിന്തയാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉപദേശി എന്നെ കാണും. കണ്ട ഉടനെ എഴുന്നേക്കും. എഴുന്നേറ്റിച്ച് എൻ്റെ അടുക്ക വരും. ഞാൻ സേനാപതിയല്ലേ, എൻ്റെ അടുക്കൽ വരും. വന്നേച്ച് പുള്ളി ആകെ പാടെ ഒന്ന് നോക്കും. അപ്പൊ പുള്ളിക്കാർക്ക് ഞാൻ കുഷ്ഠമാണ്. അപ്പൊ പുള്ളി ആ കൈ ഇങ്ങനെ വീശി ആട്ടി രോഗമുള്ള ഭാഗത്ത് റൈറ്റ് നൗ, അങ്ങനെയാണല്ലോ ഇപ്പൊ നടക്കുന്നത് അല്ലേ? ആ റൈറ്റ് നൗ മേര് താഴെ കിടക്കുന്നു താണ്ട തിത്തൈ എന്ന് പറഞ്ഞു ഇട്ട ഉപദേശി. പുള്ളി കാറേ കയറിപ്പോയി, അവൾ താഴെ കിടക്കുക. പിന്നെ അവിടെ മാപ്പിള എവിടെ നോക്കിയാ ഇതിനെ കൊണ്ടേ പോകാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും കൊണ്ടുപോകാനും ഒക്കത്തുമില്ല. നല്ല ചിന്തയോടാ പോയത്. പുള്ളി അവിടെ ചെന്ന് ഇങ്ങനെ കൈയൊക്കെ വീശി ആട്ടി പ്രാർത്ഥിക്കും, എനിക്ക് സൗഖ്യം വരും. ഈ ചിന്തയോടാ നയമാൻ അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ചിന്തയ്ക്ക് വിപരീതമായിട്ടാ സംഭവം. എൻ്റെ ഭാഷയാ, എൻ്റെ ഭാവനയാ. എലീശ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മൈൻഡ് ചെയ്തില്ല. പുള്ളി കുറേ നേരമൊക്കെ നോക്കി നിന്നു. നേരത്തെ വന്നവരെ പ്രാർത്ഥിച്ചു വിട്ടു. ലാസ്റ്റ് അങ്ങോട്ട് എന്ന് ചോദിച്ചു, എന്നാ പേര് നയമാൻ, എന്തുവാ ജോലി അരാം രാജാവിൻ്റെ സൈന്യാധിപനാ. ഓ ആട്ടെ, എന്തോ അഭിഷേകം? കുഷ്ഠമാ. ഓ ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ട് അങ്ങോട്ട് പോയൊരു 7 പ്രാവശ്യം മുങ്ങിയച്ചു. പുള്ളി ഓർത്തത് ഇങ്ങനെ വീശി റൈറ്റ് നൗ എന്ന് വെക്കുമ്പം തിരിച്ച് കാറ കയറി പോകാമെന്ന. ഇവിടെ നേരെ തിരിച്ചാ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, പ്രാർത്ഥിക്കാം, ദൂതൊക്കെ പറയാം, 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞപ്പോ പുള്ളിയുടെ തനിനിറം വെളിപ്പെട്ടു. അല്ല, കുഷ്ഠമാന്നേലും കൃത്തിക്കുന്നതിന് ഒരു കുഴപ്പമോ? എടാ, കുഷ്ഠമുള്ളവൻ കുറച്ചുകൂടെ മര്യാദപ്പെടണ്ടേ? വല്ല ജാതി ദൈവമേ എന്നെ വിടുവിക്കണേന്നല്ലേ? എന്നാലും അഹങ്കാരത്തിന് അങ്ങനെയുണ്ട്. അഹങ്കാരത്തിന് ഒരിക്കൽ ഞങ്ങൾ സുവിശേഷം പറയാൻ ചെല്ലുക, ശ്വാസം മുട്ടലുള്ളൊരു അപ്പച്ചനോടാ ഞങ്ങൾ പുള്ളിക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞു, അപ്പച്ച യേശു രക്ഷിക്കും. ഇവിടം വരെ വരണോ? വാഹനത്തിൽ ഇവിടം വരെ? ഞങ്ങളുടെ അവിടെ അബാനയും പർപ്പരുമില്ലേ? ഈ കലക്കവെള്ളത്ത് യോർദാനും വന്ന് മുങ്ങേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ചിലരങ്ങനെ പറഞ്ഞത്, എന്തിനാ കലക്കവെള്ളത്തിൽ മുങ്ങി വെച്ചിരിക്കുന്നു? ചിലർ പറയുന്നത് ഉന്തുവെള്ളത്തിൽ പോയി മുങ്ങിയെന്ന്. ആയിക്കോട്ടെ, ഏതായാലും മുങ്ങിയവർക്ക് ആർക്കും ദോഷമൊന്നും വന്നിട്ടില്ല, വരത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് 1 വർഷത്തോളം രക്ഷിക്കപ്പെട്ട ആരാധിച്ചു, സ്നാനപ്പെടുത്തുകയല്ല. ഞാൻ അന്ന് 10-14 വയസ്സാകുന്നതേ ഉള്ളൂ, ചെറുപ്പമാ. അപ്പം ഇന്നും ചെറുപ്പമാ, കണ്ടാലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, ചെറുപ്പമാ. പിന്നെ ഇന്നാളൊരു എന്നോട് ചോദിച്ചു, 65 ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആട്ടെ 65. നമ്മളല്ലേ ചോദിച്ചേ? അതാ ഞാൻ പെട്ടെന്ന് ഇപ്പോഴതാ ഇദ്ദേഹമാ ചോദിച്ചത്. എന്തിനാ കള്ളം പറഞ്ഞുള്ള കാര്യം പറഞ്ഞാൽ തന്നെ. ഈ മാന്യ കർത്തദാസന്റെ വീട്ടിൽ ആ ഗുരുവായൂർ ശുശ്രൂഷിക്കുന്നവൻ വിശ്രമിച്ചത്, അത് സ്നേഹത്തിൽ ചോദിച്ചതാ. അല്ല, നമ്മുടെ രീതിയും പ്രകൃതിയും കണ്ട 75 പറയുമല്ലോ, അദ്ദേഹം 60-10 കുറച്ചല്ലേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് തീരെ ചെറുപ്പമാണ്. അപ്പം സ്നാനപ്പെടാൻ ആഗ്രഹമായി, വേദപുസ്തകം വായിച്ച് പഠിച്ച്. അമ്മാമ്മ പറയുന്ന അത്ര ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടു. 2 പേരും ഇരുന്ന് പറയുന്നു. അമ്മാമ്മ പറയുന്നത് ഞാൻ കണ്ടതാ. ആട്ടെ, ഇപ്പോഴേലും ഒന്നും മിണ്ടുന്നുണ്ടല്ലോ, ഇതുവരെ സ്വോത്രം ഒന്നും പറഞ്ഞില്ലേലും ഇതേലും ഒന്ന് പറഞ്ഞല്ലോ, വലിയ കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് ചെറുപ്പമാ. അപ്പോൾ 1 വർഷത്തോളം ഇങ്ങനെ ആരാധിച്ചു. ഞാൻ മിക്ക ദിവസവും പറയും, എനിക്ക് സ്നാനപ്പെടണം, നടത്തുകയല്ല. ഒരിക്കൽ ഞാൻ കണ്ണുനീരോട് എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു, 1 വർഷമായി എനിക്ക് സ്നാനപ്പെടണം. വേദപുസ്തകം വായിച്ചപ്പോൾ, പഠിച്ചപ്പോൾ, കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ മനസ്സിലായി, സ്നാനപ്പെട്ടേ ഒക്കൂ. ചെല്ലുവയ്ക്ക് സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോവുള്ളൂ. അപ്പം ഞങ്ങളുടെ മൈക്ക് മത്തായച്ചൻ അതിന് മറുപടി ചോദിച്ചു, വണ്ടിയെ കയറുന്ന ടിക്കറ്റ് എടുക്കാനാണോ വണ്ടി? എനിക്കിന്നൊരു ടിക്കറ്റ് വേണം, അതുകൊണ്ട് ഞാൻ വണ്ടിയെ കയറുക. അതിനാണോ ടിക്കറ്റ് എടുക്കാനാണോ വണ്ടിയെ കയറണ്ടേ? അല്ല, നമുക്ക് തൃശ്ശൂർ പോകണം, പക്ഷെ വണ്ടിയെ കയറിയ ടിക്കറ്റ് എടുക്കണം. അത്യാവശ്യം. ഇല്ലെങ്കിൽ പിടികൂടും. പിന്നെ ഉണ്ടയും വെള്ളവും കഴിക്കേണ്ട ഗതി. ഇപ്പം ഉണ്ടയും വെള്ളം അല്ലെന്നാ പറയുന്നത്, ചിക്കനും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്, എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, ഇത് കൽപ്പന, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പം ഞാൻ കണ്ണുനീരോടൊരു ഞായറാഴ്ച പറഞ്ഞു, എനിക്ക് സാക്ഷ്യം പറഞ്ഞു സ്നാനപ്പെടണം. അപ്പോൾ എൻ്റെ ആ സമർപ്പണവും സാക്ഷ്യമൊക്കെ കേട്ടെന്നിരുന്ന കർത്തദാസൻ പറഞ്ഞു സ്നാനപ്പെടുത്താം. ഞാൻ പറഞ്ഞു, എനിക്ക് കാവാലത്ത് മുങ്ങണം. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, ദേശത്ത് പാർത്ത്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ കാവാലത്ത് മുങ്ങണം. അപ്പം പറഞ്ഞു, ഇവിടെ മുക്കുകയില്ല.
നിങ്ങളുടെ വീട്ടുകാരെല്ലാം ഹൈന്ദവരും, എൻ്റെ പിതാവിന് കള്ള് ഷാപ്പിൽ ജോലിയൊക്കെയാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുമൊക്കെയാ ചിലർ. അപ്പോൾ ഒക്കെ പല കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ വന്നതല്ലേ. അപ്പോൾ ഇവിടെ മുക്കിയ പ്രശ്നമാണ്, ഇവിടെ മുങ്ങണ്ട. എനിക്കാന്നേ അവിടെ മുങ്ങുന്നതായിരുന്നു ഇഷ്ടം. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഓർത്ത് ചിങ്ങവനത്തിനടുത്ത് പരുത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തൊരു സ്നാനം നടക്കുക, പോയി സ്നാനപ്പെടാൻ പറഞ്ഞു. എനിക്കാണ് ദേശത്ത് സ്നാനപ്പെടുന്നതായിരുന്നു ഇഷ്ടം. ദൈവത്തിന് മഹത്വം. ദേശത്ത് സമ്മതിക്കുകയില്ല. നമുക്കന്ന് തന്നെ സ്നാനപ്പെടാനും ഒക്കത്തുമില്ല. പണ്ട് ഞങ്ങളുടെ ഒരു കൊച്ചമ്മ ഉണ്ടായിരുന്നു, അമ്മുക്കുട്ടി മാമ. പുതുപ്പള്ളി പള്ളിയുടെ ചുമതലക്കാരനായിരുന്നു അച്ചായന്. ഇട്ടിമാണിയിലെ അമ്മുക്കുട്ടി അമ്മാമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പം അമ്മാമ്മ ഓർത്തഡോക്സിലാണ്. അവർ വേറെ പുസ്തകമൊക്കെ വായിച്ച് ധ്യാനിച്ചപ്പോൾ മനസ്സിലായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അച്ചായൻ അറിഞ്ഞാൽ കൊല്ലും, കുടുംബക്കാരറിഞ്ഞാൽ പ്രശ്നമാണ്. കൊച്ചമ്മ ആകെ മനോവേദനയാണ്. എന്തോ ചെയ്യും? അപ്പോൾ എപ്പോഴും നല്ലൊരു ഭക്തയായ സ്ത്രീയാണ്. ഇവരൊരിക്കലെ ഈ പറവിൻ്റെ സമയമാണ്. അപ്പോൾ കുറേ തുണിയൊക്കെ എടുത്ത് കൈതേപ്പാലത്തെ തോട്ടിലെ തുണി കഴുകിക്കാൻ തുണി കഴുകിക്കൊണ്ട് നിൽക്കുക. വെള്ളമുണ്ട്. കഴുകിക്കൊണ്ട് നിന്നപ്പോൾ ഈ വചനമല്ല ഇങ്ങനെ ഓർത്ത് സ്നാനപ്പെടണം. കൊച്ചമ്മ ഒട്ടും അമാന്തിച്ചില്ല. തുണി അവിടെ വെച്ചേച്ചേ ആ വെള്ളത്തിലോട്ട് എന്ന് വെച്ചേ കൈ രണ്ടും കൂപ്പി തന്നെ അങ്ങ് മുങ്ങി 3 പ്രാവശ്യം മുങ്ങിയച്ച്. പിറ്റേ ദിവസം വന്ന് അന്ന് PG മാത്യു സാറാ ടാബർനാക്കളിലിരിക്കുന്നത്. PG മാത്യു സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ സ്നാനപ്പെട്ടു. സാറ് ചോദിച്ചു, എങ്ങനെ സ്നാനം? ഞാൻ തന്നെ മുങ്ങിയെന്ന് പറഞ്ഞു. എങ്ങനെ? 3 പ്രാവശ്യം മൂക്ക് എത്തിപ്പിടിച്ചോട്ട്. പിന്നെ സാറ് പറഞ്ഞു കൊടുത്ത്, അങ്ങനല്ല മുങ്ങേണ്ടത്, ഒരു സ്നാപകൻ വേണം. മാതൃക യേശുവും യോഹന്നാൻ സ്നാപകനും കാണിച്ചു. അതാ മാതൃക. എന്തായാലും കൊള്ളാം. ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. പരുത്തംപാറയെങ്കിൽ പരുത്തംപാറ. അപ്പം ഞങ്ങളുടെ സഭക്കാർ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞേച്ച് പോകണം. ഞാൻ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞാൽ എന്നെ ശരിപ്പെടുത്തും, ഒക്കുകയല്ല. അപ്പം ഞങ്ങളുടെ സഭയിലൊരു അമ്മ വന്ന് പറഞ്ഞു, മോനെ, മാതാപിതാക്കൾ വല്ലതും അംഗീകരിക്കണമെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് പറഞ്ഞാൽ മതി. അമ്മയൊരു ഉപാധി പറഞ്ഞതാണ്. ഞാൻ പ്രാർത്ഥിച്ചു ഒക്കെ ബലപ്പെട്ട് വെളുപ്പിനെ എഴുന്നേറ്റ് എൻ്റെ പിതാവും മാതാവും എഴുന്നേറ്റപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ നാളെ സ്നാനപ്പെടുക. അവർ പറഞ്ഞു, സ്നാനപ്പെട്ടു. വലിയ സന്തോഷമായി. അത് കഴിഞ്ഞ് കുളിക്കാനായിട്ട് ആറ്റിപ്പോയി കുളിയെല്ലാം കഴിഞ്ഞ് അല്പം താമസിച്ച് വീട്ടിൽ വന്നപ്പം അച്ചാച്ചനും അമ്മയും കോപിഷ്ഠരായിട്ട് നിൽക്കുക. ഞാൻ വന്നപ്പോൾ, ഡാ ഇനി വന്നതെന്ന് പറഞ്ഞു. മുമ്പേ എന്തുവാ പറഞ്ഞ്? ഞാൻ പറഞ്ഞു, ഞാൻ നാളെ സ്നാനപ്പെടുക. സ്നാനം? നാളെ സ്നാനപ്പെട്ട ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലയോ മുമ്പേ പറഞ്ഞ സ്നാനം? അത് ഉറക്കപ്പിച്ചിന് പറഞ്ഞതാണ്. അമ്മ പറഞ്ഞ ഉപാധിക. ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഉറക്കപ്പിച്ചിന് ആരെയും പിടിച്ച് മുക്കരുത് കേട്ടോ. മുക്കരുത്. ഈ ഉറക്കപ്പിച്ചിന് മുക്കിയതൊക്കെയായി പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, ആൽപ്പാറയിലും കൂട്ടാലയിലും മുടിക്കോടും പിന്നെ മുല്ലക്കരയിലും പിന്നെ ഇവിടെ എന്തുവാ കിഴക്കേ കൂട്ടാലയും പടിഞ്ഞാറേ കൂട്ടാലയും ഉണ്ടല്ലോ. ഏത് കൂട്ടാലയായിക്കോട്ടെ, മയക്കം വന്നതിനെല്ലാം പിടിച്ച് മുക്കിയതാ. പണ്ട് ഒരു സംഭവം കേട്ടിട്ടുണ്ട്. പാസ്റ്റർ MB വർഗീസ് അവർകൾ IPCയുടെ ഇപ്പോഴത്തെ സീനിയർ പാസ്റ്റർ 100 വയസ്സ് തികഞ്ഞു. കർത്തൃദാസൻ ഒരിക്കൽ പറഞ്ഞൊരു സാക്ഷ്യമാണ്. റാന്നിയിലൊരു വീട്ടിലെ ഒരപ്പച്ചൻ മരിച്ചു. അന്ന് വാഹന സൗകര്യം അധികമില്ല. ഒരാളെ പെട്ടെന്ന് കുമ്പനാട്ട് വിട്ടു. അന്ന് TG ഉമ്മച്ചൻ അവർകളും MB വർഗീസ് അപ്പച്ചനും മറ്റു പിതാക്കന്മാരെല്ലാം ക്ലാസ് എടുക്കുക. റാന്നി നാള് കുമ്പനാട്ട് വന്ന് പറഞ്ഞു, ഇന്നടുത്തെ അപ്പച്ചൻ മരിച്ചു പോയി, ഉമ്മച്ചനും വർഗീസും വന്ന് അടക്കണം. വീട്ടുകാരുടെ നിർബന്ധം. ഉടനെ തന്നെ ക്ലാസ് നിർത്തി. 2 പേരും ഉച്ചയ്ക്ക് ഊണും കഴിച്ചില്ല. പെട്ടെന്ന് പൊടുന്നനെ അവിടെ നിന്ന് ഇറങ്ങി റാന്നി ചെന്ന് നടന്നു പോകണം. നടന്നു ചെന്ന് ഇച്ചിരി വൈകിപ്പോയി. അപ്പം അടക്കം കഴിഞ്ഞ് ആരുമില്ല, താമസിച്ചു പോയി. അപ്പം TG ഉമ്മച്ചൻ ചോദിച്ചു, ബേച്ചാ എപ്പോൾ വരാനാ പറഞ്ഞേ? 4 മണിക്ക്. ഇപ്പം എന്തുവായി? 5 മണി കഴിഞ്ഞു. എന്നാൽ എല്ലാവരും പോയി കാണാം, നമുക്കും തിരിച്ചു പോകാം. അപ്പം പറഞ്ഞു, നമ്മളിവിടെ വരെ വന്നെന്നാൽ കൊച്ചമ്മയെ കണ്ടേച്ച് പോകാം. കുത്തുകല്ല് കയറി മേളിൽ ചെന്ന് കഥകൈ മുട്ടി. കൊച്ചമ്മ ഇറങ്ങി വന്ന് ചിരിച്ചോണ്ടാണ് വരുന്നത്. അപ്പം ബേബിച്ചായൻ പറഞ്ഞു, അടക്കിയിട്ട് 1 മണിക്കൂറായില്ല, കൊച്ചമ്മയ്ക്ക് ഇത്ര ആനന്ദം. ദൈവദാസന്മാർ വന്ന് കയറിയിരുന്നാട്ടെന്നും പറഞ്ഞിരുന്നു. പെട്ടെന്ന് കട്ടനിട്ട് കൊടുത്തു. അടക്കത്തിൻ്റെതായ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പം മനസ്സുണ്ടെന്ന് ചോദിച്ചു. കൊച്ചമ്മേ, അച്ചായൻ പറയാം അവിടെ ഇരിക്കേ. എൻ്റെ വേവിച്ച പിള്ളേർ മറനാട്ടില്ല അന്നത്തെ കാലത്ത്. അപ്പം ഇന്നത്തെ പോലെ എപ്പോഴും വരാനൊന്നും ഒക്കത്തില്ല. അച്ചായന് പ്രഷറും ഷുഗറും മറ്റ് അസ്വസ്ഥതകളുള്ളതാണ്. അപ്പം പിള്ളേർ ഇന്നാൾ വന്നപ്പോൾ പറഞ്ഞു, ഇനി എന്തെങ്കിലും പ്രയാസം വന്നാൽ ഞങ്ങൾ വരാനൊക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് അങ്ങ്
എൻ്റെ വേവിച്ച ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടും പാട്ട് പാടി പ്രാർത്ഥിച്ചപ്പം അച്ചായന് ഒരു പ്രയാസമായി, മയങ്ങി താഴെ വീണു. ഞാൻ ചെന്ന് നോക്കിയപ്പം പൾസ് പഠിക്കുന്നില്ല, ദേഹമെല്ലാം തണുത്ത്. ഞാൻ അലച്ചു ഊവി. ഇവിടെ വേലയ്ക്ക് നിന്നവനെ പിള്ളേരിങ്ങനെ പറഞ്ഞതുകൊണ്ട് കുമ്പനാട്ടോട്ട് വിട്ട് അവർ തന്നെ വരാൻ പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയി ഇച്ചിരി കഴിഞ്ഞപ്പോൾ അച്ചായൻ അങ്ങ് എഴുന്നേറ്റെന്ന് പറഞ്ഞു. ആടെ ചേനയ്ക്ക് തടവെടുക്കുന്നു, ഇപ്പം വരും, കണ്ടേച്ച് പോയാൽ മതി, നിങ്ങൾ കട്ടൻ കുടിക്കാൻ പറഞ്ഞു. ഇവർക്ക് കട്ടൻ ഇട്ട് കൊടുത്ത് കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പം അച്ചായൻ വരുന്നു. വന്ന് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് പോവാന്ന് ടി.ജി. ഉമ്മച്ചൻ അവർകളും വേവിച്ചാൻ മേക്കാട്ട് വേവിച്ചാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചേച്ച് ഇറങ്ങി. കൈമടക്കുമൊക്കെ കൊടുത്തു. ഇവരിറങ്ങി ഇങ്ങോട്ട് വന്നപ്പം മേക്കാട്ട് വേവിച്ചാൻ രസികനാണല്ലോ. അച്ചായൻ പറഞ്ഞതാ, ഉമ്മച്ചായ ഞാൻ കൊച്ചമ്മയോട് പറയാൻ ഒരുങ്ങിയതാണ്. ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, കുമ്പനാട്ട് ക്ലാസ് നടന്നിട്ടില്ല, വളരെ ക്ഷീണിച്ച് നടന്നാ വന്നേ, കൂടെ കൂടി ഇങ്ങനെ വരാനൊക്കത്തില്ല, അച്ചായനെ ഇങ്ങോട്ട് അടക്കിയേച്ചേ പോകുന്നുള്ളൂ എന്ന് പറയാൻ ഒരുങ്ങിയതാ. പക്ഷെ പറഞ്ഞില്ല. അല്ല, അങ്ങനെ അടക്കാൻ പറ്റുമോ? ഇല്ല. പുള്ളിക്ക് ചത്തിട്ടില്ല. പുള്ളിക്ക് രാവിലെ ഒരു മയക്കം വന്നതേ ഉള്ളൂ. പെന്തിക്കോസ് വന്ന ഒരു കുഴപ്പടി, മയക്കമുള്ളതിനെല്ലാം പിടിച്ച് നമ്മൾ മുക്കി. ഇവൻ്റെ മയക്കം മാറിയപ്പോൾ തനി സ്വരൂപം വീണ്ടും സഭയ്ക്കകത്ത്. അതാ മിക്കടുത്ത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയുക, മയക്കം വന്നതിനെ ഒന്നും പിടിച്ച് മുക്കരുത്, അതങ്ങനെ നിൽക്കട്ടെ. ഏതായാലും ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പം വീട്ടുകാർ പറഞ്ഞു സ്നാനപ്പെട്ട അതിലേ പൊക്കോണം. എന്തിനേറെ സ്നാനപ്പെടാൻ ഒരുങ്ങി അന്ന് രാത്രി കൺവെൻഷനിൽ ചെന്നപ്പോൾ PN സെക്രട്ടറി ടി.ജി. കോശി അവർകളാ സംസാരിച്ചത്. സ്നാനത്തെ പറ്റി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പനയാ, യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിക്കാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ. ഞാനങ്ങ് ബലപ്പെട്ടച്ച് പുള്ളിയുടെ സാക്ഷ്യം പറഞ്ഞു. സ്നാനപ്പെട്ട സാക്ഷ്യം കുഞ്ഞാനെ ടി.ജി. കോശി അവർകൾ ശാരോ സഭയുടെ പ്രസിഡന്റ് മൺമറഞ്ഞു. ഇത് പറഞ്ഞേച്ച് അദ്ദേഹം ഒരു വാചകം കൂട്ടിച്ചേർത്തു. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കാൻ ആരെങ്കിലും ഈ പന്തലിലുണ്ടെങ്കിൽ അവര് മുമ്പോട്ട് വന്നാൽ പെട്രോമാക്സും കത്തിച്ചു കൊണ്ടുപോയി സ്നാനപ്പെടുത്തും. ഞാൻ ആ പന്തലിരുന്ന് ബലപ്പെട്ടു. യോഗം കഴിഞ്ഞപ്പോൾ അന്നത്തെ ഇട്ടിയുപദേശത്തിലൊക്കെ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് രാത്രി മുങ്ങണം. പുള്ളി വെച്ചു, രാത്രിയിലോ? ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞല്ലോ രാത്രി മുക്കാൻ. അത് ഉണർവിന് പറഞ്ഞതാണ്, ആളെ നേരം വിളക്കട്ടെന്ന് പറഞ്ഞു. എന്തായാലും രാത്രി കഴിഞ്ഞപ്പം വേറെ 2 ആൾക്കാർ വന്ന് പ്രശ്നമുണ്ടാക്കി. എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയോ ന്യൂസ് കിട്ടി, സ്നാനപ്പെടുത്തിയ പ്രശ്നം. അപ്പോൾ സഭയിൽ ചിലർ എതിർത്തു, അങ്ങനെ അന്ന് മുക്കണ്ടെന്ന്. അങ്ങനെയുള്ള കുണം പിടിക്കാത്തവരും സഭയ്ക്കകത്തുണ്ട്. എന്തായാലും രാത്രി പ്രാർത്ഥിച്ചു. ചിലരെന്നെ ധൈര്യപ്പെടുത്തി, കർത്താവ് ശക്തീകരിച്ചു. ഓടിച്ച് പറയാം, പിറ്റേന്ന് 14 പേര് സ്നാനപ്പെടണം. ഇപ്പോഴത്തെ സ്നാനമല്ല, റോഡേ കൂടെ പാട്ടുമൊക്കെ പാടി തമ്പുകറുമൊക്കെ അടിച്ചായി പോകുന്നത്. അങ്ങനെ അമ്പാട്ടുകടവിലാണ് സ്നാനപ്പെടുന്നത്. ഞങ്ങളിങ്ങനെ റോഡേ നടന്നു പോയി. 2 ദൈവദാസന്മാർ, ഒന്ന് കുടിമറ്റത്തെ ദാനിയേൽ ഉപദേശി, 2 പാസ്റ്റർ PJ കിട്ടി പാലമൂട്ടിൽ, 2 പേരും വെള്ളത്തിലിറങ്ങി ഓരോരുത്തരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പാട്ടുമൊക്കെ പാടി നല്ല അന്തരീക്ഷം. 13 പേര് ഇറങ്ങി. ഞാൻ ചെറുപ്പമാ, 14ാമത് കരയ്ക്ക് നിൽക്കുക. എൻ്റെ ഹൃദയത്തിൽ അല്പം പ്രയാസമുണ്ട്. വീട്ടിൽ പ്രശ്നം, സഭയിലും ചിലർ ഉടക്കുണ്ടാക്കുന്നുണ്ട്. എങ്ങനെ? പക്ഷെ ഇങ്ങനെ നിന്നപ്പോൾ ദൈവം എന്നെ ധൈര്യപ്പെടുത്തി. ഒരു വാക്യം നിങ്ങൾക്കറിയാം. ആ വാക്യം, യേശു യോഹന്നാന്റെ കൈക്കിട്ടി സ്നാനപ്പെടാൻ ചെന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞ പദമാ, ഇപ്പോൾ സമ്മതിക്കാം. ഈ വാക്യം എന്നെ ധൈര്യപ്പെടുത്തി. ഇപ്പോൾ സമ്മതിക്കാം. മുമ്പുണ്ടായ വിഷയവും ഇനി ഉണ്ടാകാനുള്ളതും ചിന്തിക്കണ്ട, ഇപ്പോൾ സമ്മതിക്കാം. ഈ വാക്യം ധൈര്യപ്പെടുത്തി. സൈമൺ സാർ എഴുതിയ ഒരു പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ വരിയും എന്നെ ധൈര്യപ്പെടുത്തി. യേശു പറഞ്ഞ ഉടനെ സ്വന്തം ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കുക സമ്മതമായി. ഈ വരിയും ഈ വാക്യവും എന്നെ ധൈര്യപ്പെടുത്തി. പിന്നെ അമാന്തിച്ചില്ല, 14ാമത് ഇറങ്ങിച്ചെന്നു. അതിൽ പാലമൂട്ടിൽ പാസ്റ്റർ PJ കിട്ടി അവർകൾ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വെള്ളത്തിലേക്ക് മുക്കി. ഒരു സാക്ഷ്യവും കൂടെ പറയാം. വെള്ളത്തിലോട്ട് മുക്കിയപ്പോൾ പിടിവിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളത്തിനടി വെച്ച് ആത്മശക്തി പ്രാപിക്കുന്നത്, അഭിഷേകത്തിൽ നിറഞ്ഞു, പിടിവിട്ടുപോയി. പിന്നീട് അപ്പച്ചൻ പറഞ്ഞു പുള്ളി പേടിച്ചു പോയെന്ന്. എനിക്ക് പേടിയില്ല, ഞാൻ വെള്ളത്തിൽ കുട്ടനാടല്ലേ, വെള്ളത്തിൽ പരിചയമുണ്ട്. അപ്പച്ചൻ വെപ്രാളപ്പെട്ടെങ്കിലും പൊങ്ങി വന്നത് മറുഭാഷ പറഞ്ഞ. അങ്ങനെ ആത്മസ്നാനം പ്രാപിക്കുന്നത്. നൃത്തം ചെയ്തു വെള്ളത്തിൽ നിന്ന്. അപ്പച്ചനും ആത്മാവിലായി. കരയ്ക്ക് നിന്ന് സ്നാനപ്പെടേണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരും ആത്മാവിൽ ബലപ്പെട്ടു.
അങ്ങനെയാണെന്നുള്ള പുസ്തകത്തിലെ ഒരു വാക്യമുണ്ടല്ലോ. ആമൻ സ്തോത്രം. യേഹൂ ഇസ്രായേലിലോട്ട് വരുമ്പോൾ ആമൻ യോരാൻ ചികിത്സയ്ക്ക് വന്നിച്ച് യോരാൻ നോക്കുമ്പോൾ ഒരുത്തൻ വരുന്നു. ആ കണ്ടിട്ട് നിമിഷിയുടെ മകൻ യേഹൂ വരുന്നത് പോലെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഒരുത്തനെ പറഞ്ഞു വിട്ട് അങ്ങോട്ട് ചെല്ലാൻ. അവൻ അങ്ങോട്ട് ഇങ്ങനെ എന്നപ്പോൾ കുതിരപ്പുറത്ത് എന്നപ്പോൾ യേഹൂ ചോദിച്ചു, എന്നാടാന്ന് ചോദിച്ചു. ഒന്നുമില്ല, വന്ന് നിൽക്കടാന്ന് പറഞ്ഞു. ഉടനെ അവനും ആത്മാവിലായി. അപ്പം വേറൊരുത്തനെ വിട്ട് ഇവനെ കാണുന്നില്ല. അവനും ചെന്നപ്പോൾ എന്നാടാന്ന് ചോദിച്ചു. ഒന്നുമില്ല, വന്ന് പുറകെ നിൽക്കടാ. അവനും ആല. അപ്പം ചെന്നവൻ ആത്മാവിലാകുക. ഇതാ ഈ ആത്മശക്തിയുടെ ഒരു വിശേഷത. അവൻ സ്നാനപ്പെടേണ്ടെന്ന് പറഞ്ഞ ഒരു ആത്മാവിലായി. അന്ന് പകൽ അവൻ ആത്മശക്തികൾ നിറഞ്ഞു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇവിടെ നയമാൻ കുർത്തിച്ചേച്ച് പറഞ്ഞു, അമാനയും പർപ്പരും ഞങ്ങളുടെ അവിടെ ഉണ്ട്, പിന്നെന്തിനാ യോർദാനി മുങ്ങുന്ന. അപ്പോൾ ഒരുത്തൻ ചെന്ന് പറഞ്ഞു, യജമാനന് കട്ടിയായ കാര്യമൊന്നുമല്ല പറഞ്ഞ, മുങ്ങാനല്ലേ പറഞ്ഞ്, അങ്ങ് മുങ്ങ. വരുന്നിടത്ത് വെച്ച് കാണട്ടെ. അതൊക്കെ നല്ല ബുദ്ധി ഉണ്ടായി പോയി മുങ്ങി. നിങ്ങൾക്കറിയാം, 7 പ്രാവശ്യം മുങ്ങി. 7ാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ അവന്റെ ദേഹം ചെറിയ ബാലകന്റെ ദേഹം പോലായി. ദൈവപുരുഷന്റെ കൽപ്പന പ്രമാണിച്ചത് കൊണ്ട് അവന് രോഗശാന്തി ഉണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവകൽപ്പന പ്രമാണിച്ചാൽ സംഹാരബാധയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. 2, ദൈവകൽപ്പന പ്രമാണിച്ചാൽ അവൻ മാറാ രോഗത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കും. ഇനി വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി 22:15-16 ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറയുക, ഈ കാര്യം ചെയ്യുവാൻ നീ മടിക്കായ കൊണ്ട്, നിന്റെ ഏകജാതനാകുന്ന മകൻ ഈസഹാക്കിനെ തരുവാൻ മടിക്കാഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അർത്ഥം ഇത്രയേ ഉള്ളൂ. ആരാധിക്കേണ്ട സ്ഥലത്ത് എന്ന് ആരാധിക്കേണ്ടത് പോലെ നീ ദൈവത്തെ ആരാധിച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ വേർപാട് പാലിച്ച് ആരാധിച്ചാൽ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ആമേൻ സ്തോത്രം. ഒടുവിലത്തെ കൽപ്പന കർത്താവ് ശിക്ഷവൃന്ദങ്ങളോട് ഉയർത്തുന്നതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് ഇവിടെ കാത്തിരിക്കണം. അപ്പോസ്തലർ പ്രവൃത്തി 1:4 കാത്തിരിക്കണം. യെരൂശലേം വിട്ടുപോകാതെ അവരാ കൽപ്പന ശിരസ വഹിച്ച് 120 പേര് കൂടുന്ന ഒരു സംഘം ഒന്നിച്ച് കാത്തിരുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവിടുത്തെ കൽപ്പന അനുസരിച്ച് കാത്തിരുന്നപ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിന്നിട്ടില്ല, നിക്കത്തുമില്ല. നിന്നെന്നൊക്കെ ചിലര് പറയുന്നു. അവർക്ക് നിന്നായിരിക്കും, നമുക്ക് നിന്നിട്ടില്ല. തർക്കിക്കാൻ ഞാൻ ആളുമല്ല, എൻ്റെ അടുക്ക തർക്കത്തിനും വരരുത്. ദൈവത്തിന് മഹത്വം. ഇത് നിന്നിട്ടില്ല. ഇത് അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്തുക. 1, കൽപ്പന പ്രമാണിച്ചാൽ സംഹാരബാധയിൽ നിന്ന് രക്ഷ. 2, കൽപ്പന പ്രമാണിച്ചാൽ മാറാ രോഗത്തിൽ നിന്ന് നിനക്ക് വിടുതൽ. 3, കൽപ്പന പ്രമാണിച്ചാൽ ഐശ്വര്യമായ അനുഗ്രഹം. 4, കൽപ്പന പ്രമാണിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് നിനക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. ഇന്ന് രാത്രി ദൈവാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, സകല പോരുകടമേലും ദൈവം നിനക്ക് ജയം നൽകും. പ്രൈസ് ദി ലോർഡ്. ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും ഗൂഢപ്രയോഗമുള്ള ഭവനങ്ങളിൽ അവൻ ആത്മനിറവുള്ള ദൈവമക്കൾ അങ്ങോട്ട് കയറി മുഴങ്കാലിന്മേൽ ഇരുന്ന് 2 ശീലി പാട്ടുപാടി അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ചാൽ, എൻ്റെ ഭാഷ പറയാ, സകല കെട്ടും പൊട്ടും, സകല ബന്ധനങ്ങളും അടിക്കും, സകല ക്ലേശങ്ങളും മാറിപ്പോകും. ഇന്ന് രാത്രി കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അവിടുത്തെ കൽപ്പന അനുഷ്ഠിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നുവെന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ ഇതുവരെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഇന്ന് രാത്രി ആ കർത്താവിനോട് പ്രാർത്ഥിക്കരുത്. യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് വരണം, എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം, എന്നെ അവിടുത്തെ പൈതലാക്കി തീർക്കണം.
ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അതിന് ഇന്ന് രാത്രി ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുക. സ്നാനമോ ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക. അതിനായിട്ട് ഇന്ന് രാത്രി സമർപ്പിക്കുക. സ്നാനപ്പെട്ടവരെല്ലാവരും ആത്മസ്നാനത്തിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ആ ആത്മസ്നാനം പ്രാപിച്ചവർ ഇടംബലം നോക്കാതെ, മറ്റുള്ളവരെ നോക്കാതെ ദൈവത്തെ ആരാധിക്കണം. അത് പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി ദൈവത്തോട് അപേക്ഷിക്കുക. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നിന്നെ നിറയ്ക്കും. ഇത് മാത്രമല്ല, കർക്കശമായ വേർപാട് പാലിക്കണം. അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് കർക്കശമായ വേർപാട് പാലിച്ച് നിത്യതയിലെത്തണം. നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്ത് ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്, പല്ലുകടിയുണ്ട്. അതിനകത്ത് ചെന്ന് പെടരുത്. അതിനകത്ത് പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെടാത്തവരാ. എന്നാൽ രക്ഷിക്കപ്പെട്ട ആരും അതിനകത്ത് പോകത്തില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി നിത്യത ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ നിത്യത പ്രാപിക്കുവാൻ ഈ രാത്രി സമർപ്പിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.